സത്യജ്ഞാനമനന്ത സത്യജ്ഞാന സുഖാനന്ദം. ഇതെന്താ സംഭവം? തന്റെ തന്നെ സ്വരൂപം. സ്വരൂപം. എന്റെ തന്നെ സ്വരൂപമാണോ അല്ല ബ്രഹ്മസ്വരൂപമാണോ? ബ്രഹ്മസ്വരൂപം. സ്വരൂപം തന്നെയല്ലേ തന്റെ തന്നെ സ്വരൂപം? അതെയോ? വേദജ്ഞാന സ്ഥലത്ത് യത്പദത്തിന്റെ അർത്ഥം എന്താ? ബ്രഹ്മവിഷയജ്ഞാനമാണ് സംശയം. ബ്രഹ്മ വിഷയ. ആദ്യത്തെ പടിയില് ബ്രഹ്മ എന്ന് പറയും. ബ്രഹ്മ അജ്ഞാനം. ആ ബ്രഹ്മ അജ്ഞാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാലാണ് ബ്രഹ്മ വിഷയക ബ്രഹ്മാശ്രയക എന്ന് വ്യാഖ്യാനം വരിക. ठीक है? ബ്രഹ്മ വിഷയക ബ്രഹ്മാശ്രയക അജ്ഞാനം. ഇത് അജ്ഞാന സമുദ്ഭൂതം. സമ്യക് ഉദ്ഭൂതം പ്രകടിതം. ഏതാണ് സമ്യക് ഉദ്ഭൂതമായത്? ജഗത്ത്. ജഗത്ത്. ഈ ജഗത്തിന് കാരണം എന്താ? ബ്രഹ്മാജ്ഞാനം. അജ്ഞാനം. ബ്രഹ്മകാര വൃത്തിയോ? ബ്രഹ്മാജ്ഞാനം. ബ്രഹ്മാജ്ഞാനം. അജ്ഞാനത്തിന്റെ സത്യം എന്താ? അസത്തല്ലേ അജ്ഞാനം? അജ്ഞാനം അസത്താണോ? മിഥ്യ. അനിർവചനീയം. അനിർവചനീയമായിരിക്കുന്ന അസ്തിത്വമാണ് അതിനുള്ളത്. അസത്ത് എന്ന് പറയുന്നതിനുള്ള കുഴപ്പമില്ല, പക്ഷേ അത് കുറെ കയറിയുള്ള അർത്ഥമാണ്. ठीक है? ഭാഷകാരൻ അത്രയ്ക്കൊന്നും കയറത്തില്ല എന്ന് പറയാൻ, കയറി പോകും വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം. അതും ഇതും കൂടിയും കൂട്ടി യോജിപ്പിച്ച് അർത്ഥം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അജ്ഞാനം എന്താണെന്ന് മനസ്സിലാവും. ഇത് മനസ്സിലാവാതിരിക്കുമ്പോഴാണ് നമ്മൾ തിരിയും വിളക്കായിട്ട് ഇറങ്ങുന്നത്. ഉപാസന ചെയ്തേക്കാം. ठीक है? ഇന്ന് അമാവാസി, ആ ദേവതയെ പിടിച്ച് നമ്മൾക്ക് ठीक है? ഈ പരിപാടിക്ക് ഇറങ്ങുക. അതുകൊണ്ട് പറയാം രണ്ട് ബോധക്കാരാന്നുള്ളത്. ഒന്ന് ജഗത്തിന് സത്യം എന്ന് മാനിച്ചിട്ട് നിത്യ എന്ന് വായ കൊണ്ട് പറയത്തുള്ളൂ, അവർക്ക് ജഗത് സത്താണ്. അല്ലെങ്കിൽ ജഗത്ത് ബ്രഹ്മത്തിൽ അഭ്യസിച്ച് മായ പോലെ തന്നെയായിരിക്കും. അതായത് മായയുടെ കാര്യമാണ് ജഗത്ത് എന്ന് പറയുമ്പോൾ പലരും കരുതിയത് മായ എന്നുള്ളൊരു കാരണമുണ്ട്, അതിന് അസ്തിത്വമുണ്ട്, അത് ഭയങ്കരമാണ് സംഭവം. കാരണം എന്താ? അത് ഭയങ്കരമാണ് സംഭവം. എന്താ ഇതിനൊന്ന് അന്വേഷിച്ച് എന്തുകൊണ്ടാണ് ഇത് ഭയങ്കരമായിട്ട് അറിയത്തില്ല. ശ്രദ്ധിച്ചോളണം. ആ മായയല്ലേ കാളിരൂപത്തിൽ ശിവനെ താഴെയിട്ട് ചവിട്ടിക്കുരട്ടി പരിപാടി തീർത്തത്. അറിയത്തില്ലേ ഇതൊന്ന്? ഈ ശക്തി ഇല്ലെങ്കിൽ എന്ത് പറ്റും ശിവന്? കേൾക്കാറില്ലേ? ശിവനിൽ ശക്തി ഇല്ലെങ്കിൽ എന്താ പറ്റിയെന്ന് ശിവന്? ശക്തി ഇല്ലെങ്കിൽ ശിവൻ എന്താ? ജഡമാണ്. ഓ, ഞാൻ പറയുന്ന മക്കളെ, ഈ തലത്തിലെ ബുദ്ധിയിൽ നിന്ന് നമ്മൾ തല മാറി ചിന്തിച്ചില്ല സാധനം കയറത്തില്ല. നിങ്ങൾ ആരും ചെയ്ത ഉത്തരവും ശരിയല്ലായിരുന്നു. അതായത് ശിവന്റെ നെഞ്ചത്ത് കയറി തുള്ളുകയാണ് കാളി. എന്നിട്ട് നിങ്ങൾ എന്താ പറയുന്നത്? ശക്തി ഇല്ലെങ്കിൽ ശിവൻ ജഡാന്ന്. അധിഷ്ഠാനമാണോ ചേതനൻ? അധ്യസ്ഥമാണോ ചേതനൻ? അധിഷ്ഠാനം. ശിവനായിരിക്കുന്ന അധിഷ്ഠാനം ചേതനായിരിക്കോ ജഡമായിരിക്കോ? ചേതനൻ. ഇത്രയും ബോധം ഇല്ലാത്തത് കൊണ്ടല്ലേ ശക്തി ഇല്ലെങ്കിൽ ശിവനും ജഡാന്ന് പറയുന്നത്. നിങ്ങളെയൊക്കെ തല മുട്ട് ഹിന്ദിയിൽ ഒരു പ്രയോഗമുണ്ട്, ഗുട്ടനെ ഉസ്കാ കോപ്പടി ഗുട്ടനെ പേ ഹേ. അതായത് ഈ സ്പിരിച്വൽ ഫീൽഡിലെ നിങ്ങളെ ഇല്ലിറ്ററസി ആണിത്. ശക്തിയെ പിടിച്ച് ചേതനാക്കിയിട്ട് ചേതനായിരുന്ന ശിവനെ ജഡമാക്കി കാണിക്കാനുള്ള കുൽസിത ബുദ്ധി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത്. നമ്മുടെ അതായത് വസ്തുബോധത്തിന് വിഘാതമായി നിൽക്കുന്നതാണ് സ്വമത താല്പര്യം എന്നുള്ളത്. സ്വന്തം മതത്തോടുള്ള അതിയായ താല്പര്യം കൊണ്ട് മറ്റു മതങ്ങളിലെ പഠിക്കേണ്ട സാധനം തന്റെ മതത്തിന് വ്യതിരിക്തമാണെങ്കിൽ അത് എടുക്കൂല, കേൾക്കത്തേ ഉള്ളൂ, തലയിലേക്ക് കയറത്തില്ല സാധനം. മനസ്സിലായോ? ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടിക്കൽ സാധനമാണ്, പക്ഷപാത ബുദ്ധി. അതെന്താണെന്ന് ഞങ്ങളൊക്കെ ന്യായസിദ്ധാന്ത മുക്താൽ തർക്കത്തിന്റെ ഏത് ഗ്രന്ഥം പഠിപ്പിച്ചാലും താർക്കികന്റെ കൂടെ നിന്നിട്ടാ പഠിപ്പിക്കുക. അപ്പൊ അവിടെ ആരാണോ പ്രതിപക്ഷി അവനെ കണ്ടനം നടത്തും. അപ്പം അദ്വൈതി വന്നാലും അദ്വൈതിക്കും കിട്ടും പണി. മനസ്സിലായോ? അത് സ്വീകരിക്കാനുള്ള ഒരു ബുദ്ധി വേദാന്തിക്കുണ്ട്. അപ്പൊ നിങ്ങൾ ബ്രഹ്മസൂത്രത്തിലേക്ക് വന്നു. ഇവിടെ മൂന്നാമത്തെ പേജില് ടീക്കയില് താഴേന്ന് നാലാമത്തെ പങ്ക്തിയിലാണ് തുടങ്ങേണ്ടതെങ്കിൽ കൂടി ഇതിന്റെ അവസാന പൂർവപക്ഷി ഭാഗം മുതൽക്ക് തുടങ്ങാം. എന്താ പറയുന്നത്? അത്ര ശ്രവണവിധി സമാനാർത്ഥത്വായ കർത്തവ്യ ഇതി പദം അധ്യാഹർത്തവ്യം. ഇതായിരുന്നു നിങ്ങൾ ഇന്നലെ ചോദ്യം ചോദിച്ചത്. ഏത് പദത്തെയാണ് അധ്യാഹാരം നടത്തേണ്ടത്? അപ്പൊ കർത്തവ്യ എന്നുള്ളൊരു പദാധ്യാഹാരം നടത്തണം. പാഠസിദ്ധാന്തത്തിനനുസരിച്ചാണ് ഈ പങ്ക്തി വന്നത്. പദത്തെയാണ് അധ്യാഹരിക്കേണ്ടത്, അർത്ഥത്തെ അല്ല. തത്ര ഈ സൂത്രസ്ഥലത്ത് സൂത്രാന്വയം നടത്താൻ നമ്മൾക്ക് ഒരു പദത്തിന്റെ ആവശ്യമുണ്ട്, കർത്തവ്യ. ഇവിടെ ഇപ്പോൾ ഒരു കുഴിയെടുത്തിട്ട് ആ കുഴിയിലേക്ക് തന്നെ ആ മണ്ണ് തട്ടിയാൽ എപ്പോഴും ആ മണ്ണ് കുറച്ചധികം പുറത്ത് കാണാം. ഇതേപോലെ തന്നെ
ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് സാധനമുള്ള ഒന്നായിട്ട് പാക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പരുവത്തിൽ തിരിച്ചു തരത്തുള്ളൂ. അല്ലാതെ നിങ്ങളാരും എപ്രകാരമാണോ ചോദ്യം അപ്രകാരം ഉത്തരം തരുന്നില്ല. ഇവിടത്തെ പ്രശ്നം എന്തായിരുന്നു? ചോദ്യം കർത്തവ്യാപദത്തെ കുറിച്ച് ചോദിച്ച സമയത്ത് ആ എങ്ങോട്ട് പോയി? തവ്യപ്രത്യയത്തോട് കൂടിയുള്ള കാര്യം സംസാരിക്കുകയാണ്. ഏത്? എവിടെയാണ് വിധി, എവിടെ വിധി ഇല്ല എന്നൊക്കെ ഉള്ളത്. തത്ര പ്രകൃതി പ്രത്യയോർ ജ്ഞാന ഇച്ഛയോഹോ കർത്തവ്യത്വ അനന്വയാത്. ഇവിടെ ജിജ്ഞാസ എന്നിടത്ത് ബ്രഹ്മപദം ഒഴിവായിക്കളാം. ജിജ്ഞാസ, ജ്ഞാതമിച്ഛ ജിജ്ഞാസ. ഇനി എന്താണ് അധ്യാഹരിച്ചത്? കർത്തവ്യ. ബ്രഹ്മജിജ്ഞാസ കർത്തവ്യ എന്ന് മൊത്തം വരണം. ബ്രഹ്മജിജ്ഞാസയെ അനുഷ്ഠിക്കണം എന്നാക്കി മാറും. ഈ അനുഷ്ഠിക്കണം, ചെയ്യണം എന്നുള്ള വിധി വന്ന സ്ഥിതിക്ക് ചെയ്യേണ്ടത് എന്താ? ജിജ്ഞാസ. ജിജ്ഞാസ എന്നുള്ളതിനെ നമ്മൾ നോക്കിയാൽ, ഒരു ജിജ്ഞാസ എന്നുള്ള പദത്തെ എന്റെ അർത്ഥം ജ്ഞാതമിച്ഛാന. ഇവിടത്തെ ജ്ഞാനത്തിലോ വിധി സംഭവിക്കത്തില്ല, ഇച്ഛയിലോ വിധി സംഭവിക്കത്തില്ല. കാരണം ജ്ഞാനവും ഇച്ഛയും പുരുഷന് അധീനമായിട്ടുള്ളതല്ല. കർമ്മം പുരുഷന് അധീനമായിട്ടുള്ളതാണ്. അവിടെ വിധി വരുന്നത് കൊണ്ട് പ്രശ്നമില്ല. അല്ല, നിങ്ങൾ എന്താണ് ഈ പുരുഷന് അധീനമായിട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? കാരണം ജ്ഞാനവും പുരുഷനില്ലാതെ പിന്നെ ആർക്കാണ് ഉണ്ടാകുന്നത്? അപ്പൊ പുരുഷാധീനമായിട്ടല്ലേ ജ്ഞാനം ഉണ്ടാകുന്നത്? അതല്ല മക്കളെ ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് പുരുഷനെ ഉദ്ദേശിച്ചത് ജീവൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. നമ്മളുടെ കണ്ണും പുറത്തുള്ള ഒരു വിഷയമായിട്ട് സംബന്ധം, സംയോഗം എന്നുള്ള സന്നികർഷം നേരിട്ട് കഴിഞ്ഞാൽ ഇനി ആ വസ്തുവിന്റെ ജ്ഞാനം ഉണ്ടാവില്ലേ എന്ന് ആഗ്രഹിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് പുരുഷന് അധീനമായിട്ടല്ല ജ്ഞാനം ഉത്പന്നമാകുന്നത്, മറിച്ച് പ്രമാണത്തിന് അധീനമായിട്ടാണ്. പ്രമാണം എന്തായിരുന്നു? രൂപജ്ഞാനത്തിന് കണ്ണ്. അപ്പൊ കണ്ണും രൂപവുമായിട്ട് സന്നികർഷം നടന്നു കഴിഞ്ഞാൽ രൂപജ്ഞാനം ഉണ്ടായേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് പുരുഷന് അധീനമല്ല ജ്ഞാനം എന്ന് പറഞ്ഞത്. ജ്ഞാനം പ്രമാണത്തിന് അധീനമായിട്ടാണ്. അതേപോലെ തന്നെ അനുമാന പ്രമാണം ഉണ്ടെങ്കിൽ അനുമയ വസ്തുവിന്റെ ജ്ഞാനം ഉണ്ടാവും. ഉപമാന പ്രമാണം ഉണ്ടെങ്കിൽ ഉപമേയത്തിന്റെ ജ്ഞാനം ഉണ്ടാവും. ശബ്ദം പ്രമാണമായിട്ടുണ്ടെങ്കിൽ ശബ്ദബോധം ഉണ്ടാവും. അർത്ഥാപത്തി കയ്യിലുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്ത് അർത്ഥാപത്തി തന്നെയാണ്, അർത്ഥാപത്തി ജ്ഞാനം ഉണ്ടാവും. അഭാവജ്ഞാനം പ്രതി ഉപലബ്ധിയുടെ അഭാവം പ്രമാണമായിട്ടിരിക്കും. ഇങ്ങനെ പ്രമാണത്തിൽ നിന്ന് ഉത്പന്നമായിക്കൊള്ളും. അവിടെ പുരുഷന് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. എന്നാൽ പുരുഷന്റെതല്ലേ ഇന്ദ്രിയം, ജീവന്റെതല്ലേ ചക്ഷുരാദി ഇന്ദ്രിയം, അതേപോലെ അനുമാനാദി പ്രമാണം വെച്ചത് ശരിയാണ്. അതുകൊണ്ടല്ല ഇവിടെ പുരുഷാധീനമല്ലാതെന്ന് പറയുന്നത്. അതായത് കർമ്മം ചെയ്യണം, അപ്പോൾ യാഗം ചെയ്യണം സ്വർഗത്തിലേക്ക് പോകാനെന്ന് കേട്ട് കഴിഞ്ഞാൽ പുരുഷന് യാഗം ചെയ്യാം, ചെയ്യാതിരിക്കാം, കുറച്ച് മാറ്റിയും ചെയ്യാം. ഉദിതേ ജുഹോതി, അനുരുദ്ധേ ജുഹോതി, അവിടെ വികല്പമാണ്, നിശ്ചിത വികല്പമാണ്. ആരാണോ ഉദിതേ ജുഹോതി അവൻ നിരന്തരം എല്ലാ ദിവസവും ഉദയത്തിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. അനുദിതേ ജുഹോതി എന്നുള്ള സ്ഥലത്ത് ഉദയത്തിന് മുന്നേ ചെയ്യുന്നവൻ എല്ലാ ദിവസവും ഉദയത്തിന് മുന്നേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഷോഡശി ഗ്രഹണാഗ്രഹണ സ്ഥലത്ത് ഏതെങ്കിലും ഒരു യാഗ സ്ഥലത്ത് ഷോഡശി പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ പാത്രത്തിന്റെ നാമമാണ്. മറ്റുള്ള സ്ഥലത്ത് എടുക്കണം നിർബന്ധമൊന്നുമില്ല. അല്ലാതെ എല്ലാ സ്ഥലത്തും എടുക്കണമെന്ന് നിശ്ചിത വികല്പമല്ല ഇവിടെ. ഇങ്ങനെയുള്ളൊരു വികല്പ സ്ഥലത്ത് പോലും പുരുഷന് അധീനമായിട്ട് ചെയ്യാം, ചെയ്യാതിരിക്കാം. പക്ഷെ ജ്ഞാനസ്ഥലം അങ്ങനെയല്ല. അതേപോലെ ഇച്ഛയും അങ്ങനെയല്ല. ഇച്ഛ, ഒരാൾക്ക് ഒരു വസ്തുവിനോട് ഇച്ഛ ഉണ്ടാവുന്നത് കാമന എന്തുകൊണ്ടാ? വിഷയ സൗന്ദര്യം കൊണ്ടാണ് കാമന വരുന്നത്. വിഷയത്തിൽ സൗന്ദര്യം ഉണ്ടെങ്കിൽ കാമന ഉണ്ടാവും. അവിടെ പുരുഷൻ അധീനമായിട്ടിരിക്കത്തില്ല. പുരുഷന്റെ പൂർവ്വ സംസ്കാരത്തിനനുസരിച്ച് അതിൽ കാമന വന്നത് വരും. അതുകൊണ്ട് ഇവിടെ കാണുന്ന ഇച്ഛയിലോ ജ്ഞാനത്തിലോ പുരുഷന് ഒരു സ്വാതന്ത്ര്യവും ഇല്ല. അതിനാൽ അവിടെ വിധി പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഓരോരോ പങ്ക്തിയും വലിച്ചു നീട്ടി ഇത്രയും പറയേണ്ടി വരും ഈ ബ്രഹ്മസൂത്രം. ഇത് നിങ്ങൾ പല ക്ലാസ്സുകളിൽ, അതുകൊണ്ടാണ് എല്ലാ ക്ലാസ്സും ശ്രദ്ധിച്ചോളാം. നമ്മൾ ഈ സമാന പ്രസംഗം ഇവിടെ ഇപ്പോൾ ബ്രഹ്മജിജ്ഞാസ സ്ഥലം ഇനിയും വിശദീകരിക്കാണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ഈശാവാസ്യത്തിൽ കുറെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഒരു പുസ്തകം കേൾക്കുന്ന ആൾക്കാർ പല പുസ്തകം കേട്ടെങ്കിൽ മാത്രമേ അവിടെ നിന്നുള്ള ഇവിടെയും ഇവിടെ നിന്നുള്ള അവിടെയൊക്കെ വെച്ചിട്ട് അന്വയിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ ക്ലാസ്സിലും എല്ലാ വിഷയവും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. പ്രത്യേക ഇച്ഛാ സാധ്യോ വിചാരോ. ഇനിയിപ്പോ എന്താണ് വേണ്ടത്? തത്ര പ്രകൃതി പ്രത്യയോർ ജ്ഞാന ഇച്ഛയോർ കർത്തവ്യത്വം അനന്യാത്. ജ്ഞാനത്തിലോ ഇച്ഛയിലോ കർത്തവ്യതയുടെ അന്വയം എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങൾ തമ്മിൽ പരസ്പരം അന്വയിക്കുന്ന സമയത്ത് കർത്തവ്യത പദാർത്ഥവുമായിട്ട് ജ്ഞാന പദാർത്ഥത്തെയോ ഇച്ഛാ പദാർത്ഥത്തെയോ അന്വയിച്ചിട്ട് വാക്യാർത്ഥ ബോധം ഉണ്ടാക്കാൻ പറ്റൂല. ആയതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രകൃത്യ ഫലീഭൂതം ജ്ഞാനം അജഹൽ ലക്ഷണ ഉച്ചതി. പ്രകൃതി, ഇവിടുത്തെ പ്രകൃതി ഏതാ? ജ്ഞാധാതു. അതിൽ നിന്ന് അജഹൽ ലക്ഷണ വഴി ഇന്ന് സ്വാർത്ഥത്തെ പരിത്യാഗം നടത്തുന്നില്ല, ജ്ഞാനത്തെ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ഫലീഭൂത ജ്ഞാനം എന്ന് പറഞ്ഞാല് അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി, വിചാരത്തിന്റെ ഫലമായിരിക്കുന്ന അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി എടുത്തോളുക. ഇനി എന്താണ് വേണ്ടത്? പ്രത്യയന ഇച്ഛാസാധ്യ വിചാരോ ജഹല്ലക്ഷണ. പ്രത്യയം ഏതാണ്? സൻ പ്രത്യയം. ഏതർത്ഥത്തിലോ? എന്താ? ഇച്ഛാർത്ഥത്തില്. അതുകൊണ്ട്
ആ സൻപ്രത്യത്താല് ഇച്ഛയുടെ സാധ്യമായിരിക്കുന്ന വിചാരത്തെ ഗ്രഹിച്ചുകൊള്ളുക ജഹലക്ഷണയാൽ. കാരണം അവിടെ ഇച്ഛാ സംബന്ധിയായിരിക്കുന്ന ഒന്നിനെയല്ല, ഇച്ഛാ സാധ്യമായിരിക്കുന്ന വിചാരത്തെയാണ് എടുത്തത്. ആദ്യം ജ്ഞാനം പദം കൊണ്ട് ജ്ഞാനത്തെ തന്നെയാണ് എടുത്തത്, പക്ഷെ ഇത്രേ വ്യത്യാസമുള്ളൂ, അപരോക്ഷ ജ്ഞാനം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ ഇച്ഛ കൊണ്ട് ഇച്ഛയല്ല എടുക്കുന്നത്, ഇച്ഛാ സാധ്യമായിരിക്കുന്ന വിചാരത്തെ എടുത്തത് കൊണ്ട് ജഹലക്ഷണ എന്ന് പറഞ്ഞാല് സ്വാർത്ഥത്തെ പരിത്യാഗം നടത്തിക്കൊണ്ട് അർത്ഥത്തെ ഗ്രഹിച്ചത് കൊണ്ട് ജഹലക്ഷണ എന്ന് പറഞ്ഞു. തഥാച ബ്രഹ്മജ്ഞാന വിചാര കർത്തവ്യതി സൂത്രസ്യ ശ്രൗതോ അർത്ഥ സംബന്ധിതി. അങ്ങനെയാണെങ്കിൽ മൊത്തം സൂത്രത്തിന്റെ അർത്ഥമാണിത്. ബ്രഹ്മജ്ഞാനത്തിനായിട്ട് എന്ന് പറയാം അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി, അജ്ഞാനനാശകനായിരിക്കുന്ന ബ്രഹ്മാകാര വൃത്തിക്ക് വേണ്ടിയിട്ട് വിചാര കർത്തവ്യ, വിചാരം ചെയ്യണം. വിചാരം എന്ന് പറഞ്ഞാൽ ശ്രവണ മനന നിധ്യാസനം. ഏതിന് വിഷയീകരിക്കുന്നേ? എവിടെയാണോ അജ്ഞാനം ഉണ്ടായിരുന്നത് അതേ വസ്തുവിനെ വിഷയീകരിക്കുന്നേ. വിചാരം നടത്തി കഴിഞ്ഞാൽ വിചാരത്തിന്റെ ഫലമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനം ഉത്പന്നമായാൽ ആ വസ്തുവിൽ ഉണ്ടായിരിക്കുന്ന അജ്ഞാനം നഷ്ടപ്പെടുത്തി കിട്ടും. ആ നഷ്ടപ്പെടലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വിചാരം ചെയ്യണം എന്നുള്ളതാണ് ശ്രൗത ശ്രുതി സമ്പന്നമായിരിക്കുന്ന അർത്ഥം. ശ്രുതിയാണോ അല്ല സൂത്ര സംബന്ധി അർത്ഥമാണോ? സൂത്ര സംബന്ധിയായ അർത്ഥം. ശ്രുതിക്കും സൂത്രത്തിനും ഒരേ അർത്ഥമുള്ളത്. അതുകൊണ്ടാണ് സൂത്രസ്യ ശ്രൗതോ അർത്ഥ സംബന്ധിത എന്ന് പറഞ്ഞത്. സൂത്രത്തിന്റെ അർത്ഥമാണിത്, ശ്രൗതവുമാണിത്. ഈ പങ്ക്തി എഴുതിയ ആൾക്കാർ ചില്ലറക്കാരനല്ല, അവരുടെ അമ്മണ്ട് പങ്ക്തി വെച്ച് പോകുന്ന സമയത്ത് മനസ്സിലായി കാണും. നല്ല സ്റ്റഫുള്ള പദങ്ങളെ വെക്കത്തുള്ളൂ ഇവർ. അവർക്ക് ഇത് സിമ്പിളാണ്, പക്ഷെ നമ്മൾ അതിനെ പിടിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ള മനസ്സിലാവും. തത്ര ജ്ഞാനസ്യ സ്വതഫലത്വയോഗ. ഇവിടെ നിന്നാണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ ജ്ഞാനസ്യ സ്വതഫലത്വയോഗാത്, ജ്ഞാനം സ്വരൂപത്തിൽ ഫലമല്ല. അതുകൊണ്ട് എന്ത് വേണം? പ്രമാതൃത്വ കർത്തൃത്വ ഭോക്തൃത്വാദി ആത്മക അനർത്ഥ നിവർത്തകത്വനേവ ഫലത്വം വക്തവ്യം. അനർത്ഥ നിവർത്തകനായിക്കൊണ്ടാണ് ജ്ഞാനം ഫലമാകുന്നത്. ഏതാണ് ഇവിടുത്തെ അനർത്ഥം? ഈ ജഗത്ത് മൊത്തം അനർത്ഥമാണ്. അതിൽ ഓരോന്നെടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. പ്രമാതൃത്വം എവിടെയായിരിക്കുന്നത്? അജ്ഞാനിയിലെ നമ്മളിരിക്കുന്ന പ്രമാതൃത്വം, കർത്തൃത്വം, ഭോക്തൃത്വം. ഇങ്ങനെ ഇരിക്കുന്നേ ഈ അനർത്ഥത്തിന്റെ നിവർത്തകനാണ് ആര്? ജ്ഞാനം. തദ്രൂപത്തിൽ നിവർത്തക അജ്ഞാന കാര്യമായിരിക്കുന്ന അജ്ഞാനത്തെ നിവർത്തിപ്പിക്കും, അജ്ഞാന കാര്യമായിരിക്കുന്ന അനർത്ഥമായിരിക്കുന്ന ഈ കർത്തൃത്വ സംസാരത്തെ നിവർത്തിപ്പിക്കുന്നത് കൊണ്ട് ബ്രഹ്മജ്ഞാനം ഫലമാണ്. ഈ രീതിയിൽ ബ്രഹ്മജ്ഞാനത്തെ ഫലമായിട്ട് കണക്കാക്കണം വക്തവ്യം. തത്ര അനർത്ഥസ്യ സത്യത്വേ. ഇനിയാണ് ഇതായിട്ട് അതാണ് പറയുന്നത്. ഈ ബ്രഹ്മസൂത്രം തുടങ്ങുന്ന ഈ തുടക്ക ഭാഗമെല്ലാം വളരെ 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 ശ്രദ്ധിക്കണം. 1, 2, 3 വട്ടം ഒരു ക്ലാസ് കേട്ടാൽ പോലും പിടികിട്ടുന്ന നിർബന്ധമില്ലാത്ത സ്ഥലമാണ്. കാരണം ഇവിടെ നിങ്ങൾ ഭാഷ്യത്തില് പ്രക്രിയ അങ്ങോട്ട് തുടങ്ങുകയാണ്. യുഷ്മദസ്മ പ്രത്യേകോചര വിഷവിഷ്ണോ തമപ്രകാശവ വിരുദ്ധ സ്വഭാവയോ ഇതരേതര ഭാവ അനുഭവത്തിൽ സിദ്ധായം ധർമാണമി സുതരാം ഇതരേതര ഭാവ അനുഭവത്തിലെത്തി അസ്മപ്രത്യേക ഗോചര വിഷണ ചിതാത്മക യുഷ്മപ്രത്യേക ഗോചരശ വിശേഷ ധർമാണ അധ്യാസം ഇത്യാദി ഭൗതി യുക്തം. ഇത്രയും ഭാഗം അധ്യാസത്തിന്റെ ആക്ഷേപ ഭാഗമാണ്. ഇത് ആദ്യം കാണുന്നേരം ഇത് ആക്ഷേപമാണോ അല്ല സിദ്ധാന്ത ഉത്തരം പറയാണെന്ന് മനസ്സിലാവൂ പോലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുന്നോട്ട് കേൾക്കാൻ തയ്യാറായിരുന്നോ അത്രയും പുറത്തേക്ക് ബുദ്ധി പോവാതെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രം. അല്ലെങ്കിൽ അത് വീട്ടിലെ കാര്യവും ഇതും കേൾക്കണം വിചാരിച്ചാൽ നടക്കൂല. നിങ്ങളൊന്ന് ബുദ്ധി സ്ലിപ്പായാൽ ഈ സാധനം കഴിഞ്ഞു. തത്ര അനർത്ഥസ്യ സത്യത്വ. അനർത്ഥമായിരിക്കുന്ന ഈ സംസാരം സത്യമാണെങ്കിൽ, സത്യമായിരിക്കുന്ന ഒരു ഘടം അതിന്റെ ജ്ഞാനം കൊണ്ട് ഘടം നഷ്ടപ്പെട്ട് കിട്ടുമോ? ഇല്ല. സത്യമായിരിക്കുന്ന ഒരു ഘടത്തെ നമുക്ക് വടികൊണ്ട് തല്ലി ഉടയ്ക്കാൻ പറ്റത്തില്ലേ? പറ്റും. കയറിലൊരു സർപ്പത്തെ നമുക്ക് വടികൊണ്ട് തല്ലിക്കൊല്ലാൻ പറ്റത്തില്ലേ? പറ്റത്തില്ല. കയറിന്റെ ജ്ഞാനം കൊണ്ട് കയറിലെ സർപ്പം മാറി കിട്ടുമോ? കിട്ടും. ഇതാണ് ഇതിന്റെ വ്യത്യാസം. വസ്തു സത്യമാണെങ്കിൽ ജ്ഞാനം കൊണ്ട് നിവൃത്തി ഉണ്ടാവത്തില്ല. വസ്തു മിഥ്യയാണെങ്കിൽ മാത്രമേ ജ്ഞാനത്താൽ നിവർത്തിതമാവത്തുള്ളൂ. ഇത് ആദ്യം മനസ്സിലാക്കി. ഇനി പങ്ക്തി കണ്ടോ. എന്താണ്? അനർത്ഥസ്യ സത്യത്വേ ജ്ഞാനമാത്ര നിവൃത്തി അയോഗാത്. അനർത്ഥം സത്യമാണെങ്കിൽ ജ്ഞാനം കൊണ്ട് മാത്രം നിവൃത്തമാവത്തില്ല. ജ്ഞാനാനന്തരം ആ വസ്തുവിനെ നശിപ്പിക്കാനുള്ള ക്രിയ വേണ്ടിവരും. അതുകൊണ്ട് ഇത് മാനിക്കണം. അധ്യസ്തുത്വം വക്തവ്യം. അനർത്ഥമായിരിക്കും സംസാരം അധ്യസ്ഥമാണെന്ന് മാനിക്കണം. കയറിലെ സർപ്പം അധ്യസ്ഥമായത് കൊണ്ടാണ് കയറിന്റെ ജ്ഞാനത്താൽ സർപ്പം നിവൃത്തമായത്. അതേപോലെ ഈ അനർത്ഥം വാസ്തവമായിരുന്നുവെങ്കിൽ ജ്ഞാനത്താൽ നിവൃത്തമാവത്തില്ല. ആയതിനാൽ അധ്യസ്ഥം എന്ന് മാനിക്കണം. അപ്പൊ സംസാരം അധ്യസ്ഥമായിരുന്നുവെങ്കിൽ ഈ അധ്യസ്ഥമായിരിക്കുന്ന സംസാരത്തിന്റെ കാരണമായിരിക്കുന്ന അജ്ഞാനം നഷ്ടപ്പെട്ട് കിട്ടിയാൽ അധ്യസ്ഥ വസ്തു നഷ്ടപ്പെട്ട് കിട്ടും. ഈ അധ്യസ്ഥമായിരിക്കുന്ന സംസാരത്തിന്റെ കാരണമായിരിക്കുന്ന അവിദ്യ പോലും അധ്യസ്ഥമാണ്.
കാരണം ബ്രഹ്മത്തിൽ ഒന്നിനും സംബന്ധമില്ല, ഉണ്ടെങ്കിൽ അത് ആധ്യാസിക സംബന്ധം. അതുകൊണ്ട് വസ്തുക്കളല്ല അധ്യസ്ഥം. എവിടെയാണോ വസ്തുക്കൾ അധ്യസിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് അധിഷ്ഠാനം. സത്യത്തിൽ അതിന് ആധാരമേ പറയത്തുള്ളൂ. ആധാരവും അധ്യസ്ഥമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ബ്രഹ്മസ്ഥലത്ത് നമ്മൾ അധിഷ്ഠാനത്തെയും സാമാന്യ രൂപത്തിൽ ഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ കയറിലെ സർപ്പം ഗ്രഹിക്കുമ്പോൾ, സർപ്പത്തെ ഗ്രഹിക്കുന്ന സമയത്ത് കയറിനെ നമ്മൾ ഇത് എന്നുള്ള രൂപത്തിൽ ഗ്രഹിക്കുന്നുണ്ട്. ഇത് സർപ്പം എന്ന് പറയുമ്പോൾ ഇത് ശരിക്ക് അത് കയറാണ്. പക്ഷെ കയറിനെ കയറായിട്ട് കണ്ടിട്ടില്ല, സർപ്പമായിട്ടാണ് കണ്ടത്. ഇവിടെ സർപ്പത്തിലൂടെ അനുസ്യൂതമായിട്ട് കാണപ്പെടുന്ന കയറിനെയാണ് നമ്മൾ ആധാരം എന്ന് പറയുന്നത്. ആധാരജ്ഞാനം ഒരിക്കലും അജ്ഞാനത്തെ നിവർത്തിപ്പിക്കത്തില്ല. സംക്ഷേപ ശാരീരികാരം പറയുന്നുണ്ട്, അധ്യസ്ഥമേവ പരിസ്ഫുരതി ഭ്രമേഷു. ഭ്രമസ്ഥലത്ത് അധ്യസ്ഥ വസ്തു മാത്രമേ സ്ഫുരിക്കത്തുള്ളൂ. അങ്ങപ്പോൾ അവിടെ അധിഷ്ഠാനം സ്ഫുരിച്ചിട്ടുണ്ടല്ലോ. ഇത് അധിഷ്ഠാനമല്ല, ഇത് ആധാരമാണ്. ആധാരം എന്ന് പറഞ്ഞാല് അധ്യസ്ഥമായിരിക്കുന്ന വസ്തുവിനോട് കൂടെ ചേർന്ന് ഭാസിക്കുന്ന അധിഷ്ഠാനമാണ് ആധാരം. ഇതിനെ പറയും സംസർഗ അധ്യാസം എന്ന് പറയും. സംസർഗ അധ്യാസം, അധിഷ്ഠാനത്തിന്റെ സംസർഗ അധ്യാസം നേരിടുന്നുണ്ട് അധ്യസ്ഥ വസ്തുവില്. അപ്പൊ അധ്യസ്ഥ വസ്തുവിലൂടെ കാണപ്പെടുന്ന അധിഷ്ഠാന സ്ഥലത്ത് നമ്മൾ ആധാരം എന്ന് പറയും, വസ്തു സംസൃഷ്ടം എന്ന് പറയും. സംസൃഷ്ടമായിരിക്കുന്ന, കൽപ്പിതമായിരിക്കുന്ന വസ്തുവായിട്ട് സംസൃഷ്ടമായിരിക്കുന്ന അധിഷ്ഠാനമാണ് ആധാരം. അതുകൊണ്ട് തന്നെ സംസൃഷ്ട രൂപത്തിൽ ബ്രഹ്മവും അധ്യസ്ഥം തന്നെയാണ്, അത് മിഥ്യയാണ്. കയറ് മാത്രമായിട്ട് കാണപ്പെടുമ്പോഴാണ് അധിഷ്ഠാനത്തിന്റെ ജ്ഞാനം. ആ അധിഷ്ഠാനത്തിന്റെ ജ്ഞാനം സർപ്പജ്ഞാനത്തെ നിവർത്തിപ്പിച്ചത്. അധ്യസ്ഥത്വം വക്തവ്യം, അതായത് അനർത്ഥം അധ്യസ്ഥമെന്ന് തന്നെ പറയണം. കാരണം അനർത്ഥം അധ്യസ്ഥമായെങ്കിൽ മാത്രമേ ജ്ഞാനത്താൽ അതിന്റെ നിവൃത്തി ഉണ്ടാകത്തുള്ളൂ. ബന്ധസ്യ അധ്യസ്ഥത്വം അർത്ഥാത് സൂചിതം ആയതുകൊണ്ട് സൂത്രത്താൽ ആർത്തികമായിട്ട് എന്ത് സൂചിപ്പിച്ചു? ബന്ധം അധ്യസ്ഥമാണെന്ന്. കാരണം ഈ സൂത്രം ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക? ശ്രവണവിധിയായിട്ട്. ശ്രവണവിധി എവിടെയുള്ളത്? ശ്രോതവ്യം, മന്തവ്യം, നിധിധ്യാസിതവ്യ. അതിന് മുന്നേ എന്താ പറയുന്നത്? ജ്ഞാതവ്യ. അപ്പൊ ആ ജ്ഞാനത്തിന്റെ കാരണമായിട്ടാണ് ശ്രവണം വന്നത്. അപ്പൊ ശ്രവിക്കുന്നതിലൂടെ ജ്ഞാനോത്പന്നമാവും. ജ്ഞാനോത്പന്നമായിട്ട് എന്ത് സംഭവിക്കും? അധ്യാസം നഷ്ടപ്പെടും. ठीक അപ്പോൾ ഈ വസ്തു, അതായത് അനർത്ഥം നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. ഈ അനർത്ഥം അധ്യസ്ഥമായത് കൊണ്ടാണ് ജ്ഞാനത്താൽ നഷ്ടപ്പെടുന്നത്. ഇല്ലെങ്കിൽ ജ്ഞാനത്താൽ നഷ്ടപ്പെടത്തില്ലായിരുന്നു. ആയതിനാൽ ആ ജ്ഞാനോത്പത്തിക്ക് വേണ്ടിയാണ് ശ്രവണ മരണ നിധ്യാസനങ്ങൾ പറഞ്ഞത്. ആ ശ്രുതിയായിട്ടാണ് ഈ സൂത്രത്തിന് സംബന്ധം എന്നിരിക്കെ സൂത്രം ആർത്തികമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ജഗത്ത് അധ്യസ്ഥമാണ് എന്നുള്ളത്. അധ്യസ്ഥമല്ലായിരുന്നെങ്കിൽ ജ്ഞാനം കൊണ്ട് നിവൃത്താവത്തില്ല. ജ്ഞാനം കൊണ്ട് നിവൃത്തമല്ലായിരുന്നുവെങ്കിൽ ജ്ഞാനോത്പത്തിക്ക് വേണ്ടിയിട്ട് ശ്രവണാദികൾ വിധാനം നടത്തത്തില്ലായിരുന്നു ശ്രുതി. ആ ശ്രുതിയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ സൂത്രവും അനധ്യസ്ഥമായിരിക്കുന്ന വാസ്തവ സംസാരത്തിന്റെ നിവൃത്തിക്കായിട്ടുള്ള ജ്ഞാനത്തിന് വേണ്ടിയുള്ള വിചാരത്തിൽ വിധിയെ നിശ്ചയിക്കാൻ വേണ്ടിയുള്ളതാകത്തില്ലായിരുന്നു. ആണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം, ജഗത്ത് അധ്യസ്ഥമാണ്. തച്ച ശാസ്ത്രസ്യ വിഷയപ്രയോജനവത്വ സിദ്ധിഹേതു. ഈ വിഷയം അധ്യസ്ഥമാണ് എന്നുള്ളത് തന്നെയാണ് ഈ ശാസ്ത്രത്തിന്റെ, ശാസ്ത്രമായ സൂത്രാദികളല്ല, ശാസ്ത്രം മൊത്തം എടുത്തിട്ട് ശാസ്ത്രം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? തച്ച ശാസ്ത്രസ്യ വിഷയപ്രയോജനവത്വ സിദ്ധിഹേതു. ഈ ശാസ്ത്രത്തിന്റെ വിഷയത്തെയും പ്രയോജനത്തെയും സിദ്ധിക്കാനുള്ള ഹേതുവാണെന്ത്? ജഗത് അധ്യസ്ഥമാണെന്നുള്ളത്. ശാസ്ത്രത്തിന്റെ വിഷയം എന്താണ്? ഐക്യം. ഐക്യത്തിന് വിരുദ്ധമാണ് ഭേദം. ഈ ഭേദം അധ്യസ്ഥമാണ്. ഭേദം അധ്യസ്ഥമായതുകൊണ്ട് ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഐക്യം വാസ്തവമാകും. ഈ ഐക്യമാണ് ശാസ്ത്രത്തിന്റെ വിഷയം. ഒന്ന്. ഇനി എന്താ പ്രയോജനം? പ്രയോജനം എന്താ? കൈവല്യം. കൈവല്യം പ്രയോജനമാവുന്നത് എന്ന് പറഞ്ഞാൽ ഈ ജഗത്ത് നഷ്ടപ്പെടുന്നത് എന്നർത്ഥം. ദ്വൈതം നഷ്ടപ്പെട്ടെങ്കിൽ അദ്വൈതം സിദ്ധിക്കത്തുള്ളൂ. അദ്വൈതമാണ് കൈവല്യം. അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴും സംഭവിക്കത്തുള്ളൂ? ജഗത്ത് മിഥ്യയായതുകൊണ്ട് മാത്രം. അധ്യസ്ഥം എന്ന് പറഞ്ഞാൽ മിഥ്യ എന്നർത്ഥം. തഥാഹി ശാസ്ത്രം ആരംഭ്യം. ഇപ്പം വിഷയപ്രയോജനങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് ശാസ്ത്രം ആരംഭിക്കണം. അതായത് പൂർവപക്ഷി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ശാസ്ത്രത്തിന് വിഷയവും പ്രയോജനവും ഒന്നും ഇല്ലാത്തതിനാൽ, അധികാര വിഷയ സംബന്ധ പ്രയോജനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ശാസ്ത്രം ആരംഭിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു പൂർവപക്ഷിയുടെ അഭിപ്രായം. ഇതിനെ നിരാകരിച്ചും കൊണ്ട് സിദ്ധാന്തി പറയാണ്, അധികാരി വിഷയ സംബന്ധ പ്രയോജനങ്ങൾ സിദ്ധിക്കുന്നത് കൊണ്ട് ഈ ശാസ്ത്രം, വേദാന്ത ശാസ്ത്രം, ഇത് ശാസ്ത്രമാണ്. ഏത്? ബ്രഹ്മസൂത്രം. ശാസ്ത്രം ആരംഭിക്കണം. എന്തുകൊണ്ടാ? വിഷയപ്രയോജനവത്വാദ് ഭോജനാധിപത്. അനുമാന പ്രയോഗം നടത്തിയതാണ്. ഭോജനം, അതിനൊരു വിഷയമുണ്ടോ? ഇല്ല അല്ലേ? ഭോജനത്തിന് എന്ത് വിഷയം? പായു കഴിച്ചിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. വിശപ്പല്ലേ വിഷയം? വിശപ്പ് എന്നല്ല. വിശപ്പാണ് ഭോജനം.
ആഹാരം, ഭോജനം അന്നം, അന്നം. അന്നമാണ് വിഷയം, ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള അന്നം. അപ്പോൾ ഭോജനത്തില് വിഷയമുണ്ടല്ലോ, ഉണ്ട്. ഭോജനത്തിന്റെ പ്രയോജനം എന്താ? ബുഭുക്ഷ, നിവൃത്തി, വിശപ്പ് മാറുക എന്നുള്ളത്. അപ്പോൾ ഈ ഭോജനം എന്നുള്ള ദൃഷ്ടാന്തത്തില് വിഷയവും ഉണ്ട് പ്രയോജനമുണ്ട്. വിഷയപ്രയോജനങ്ങളാണ് ഇവിടുത്തെ ഹേതുക്കൾ. അപ്പൊ വിഷയപ്രയോജനവത്വം എവിടെ ഇരുന്നു? ഭോജനത്തിലിരുന്നു. അതുകൊണ്ട് അത് ആരംഭിക്കേണ്ടതല്ലേ? ആണ്. അപ്പൊ എത്ര വിഷയപ്രയോജനവത്വം അത്ര ആരബ്ധവ്യത്വം എന്ന് നിങ്ങൾക്ക് വ്യാപ്തി കിട്ടും. ഇതിന്റെ പക്ഷമാണ് ശാസ്ത്രം. ശാസ്ത്രത്തിനും വിഷയവും പ്രയോജനവും ഉള്ളതിനാൽ വിഷയപ്രയോജനവത്വം എന്നുള്ള ഹേതു പക്ഷമായിരിക്കുന്ന ശാസ്ത്രത്തിൽ ഇരിക്കുന്നത് കൊണ്ട് സാധ്യവും സിദ്ധിക്കപ്പെടും. എവിടെ ഹേതു ഉണ്ടോ അവിടെ സാധ്യമുണ്ട്. ബാക്കിയെല്ലാം തർക്കസങ്കരം പഠിപ്പിച്ചെടുത്തര കേട്ടാൽ മതി. ഇപ്രകാരം ശാസ്ത്രത്തിൽ എന്ത് സിദ്ധിച്ചു? വിഷയപ്രയോജനങ്ങൾ സിദ്ധിച്ചു നമ്മൾ. ഇനി ഇവിടെ എന്താണ് ഹേതു പറഞ്ഞത്? ഇപ്പൊ നമ്മൾ സിദ്ധിച്ചത് ആരബ്ധവ്യത്വമാണ് സിദ്ധിച്ചത്, ആരംഭിക്കണമെന്നാണ് പറഞ്ഞത്. അവിടുത്തെ രണ്ട് ഹേതുക്കളായിരുന്നു വിഷയവും പ്രയോജനവും. അപ്പൊ സംശയം ഉണ്ടാവും, ഇവിടെ ഹേതുക്കൾ എങ്ങനെയിരുന്നു? പറയാണ്, ശാസ്ത്രം പ്രയോജനവത് ബന്ധനിവർത്തക ജ്ഞാന ഹേതുത്വാത് ശുക്തിരയമിത്യാദി വാക്യവത്. ശുക്തിരിയം നേദം രചിതം ശുക്തിരിയം. നമ്മളൊരു ശുക്തിയില്, ഒരു മുത്തുച്ചിപ്പിയില് വെള്ളിയാണെന്ന് നമ്മൾ ഭ്രമിച്ചു. എന്നപ്പോൾ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുകയാണ്, ശുക്തിരയം നേദം രചിതം, ഇത് രചിതമല്ല, ശുക്തിയാകുന്നു. ഈ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭ്രമം നിവർത്തിതമാവും. അതായത് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് പറയുന്നതെങ്കിൽ നമ്മൾ ആ കാര്യത്തെ ഗ്രഹിക്കും. ഇത് രചിതമല്ല, ശുക്തിയാണെന്ന് നമ്മൾക്ക് യഥാർത്ഥ ബോധം ഉണ്ടാവും. അപ്പോൾ ബന്ധനിവർത്തകനായിരിക്കുന്നത്, ബന്ധം ഉദ്ദേശിച്ചത് ഇവിടെ ഇപ്പോൾ രണ്ട് രീതിയിൽ പറയാം. ഭ്രമം എന്നുള്ളതിനെ ബന്ധമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടും പോവാതെ വെള്ളിയാണെന്നല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് നിന്ന് പോയിട്ടുണ്ട്. രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ആ താദൃശ ബന്ധനിവർത്തക ഹേതുവാണ് എന്ത്? ശുക്തിരിയം എന്നുള്ള വാക്യം. അവിടെ ഈ വാക്യത്തില് ബന്ധനിവർത്തക ജ്ഞാനഹേതുത്വം ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ട്. നമ്മളെ അവിടെ അതിനെ എടുക്കാൻ വേണ്ടി പോയില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ പ്രയോജനം ഉണ്ടായില്ലേ? അപ്പോൾ നിങ്ങളുടെ ഹേതു സാധ്യം ഒരേ സ്ഥലത്ത് കിട്ടി. എത്ര ബന്ധ നിവർത്തക ജ്ഞാനഹേതുത്വം, എത്ര പ്രയോജനവത്വം. ഇപ്രകാരം വ്യാപ്തി ശുക്തിരിയം എന്നുള്ള വാക്യത്തിൽ ഇരിക്കുന്നത് കൊണ്ട് വ്യാപ്തി സിദ്ധിച്ചതിനാൽ ഇനിയിപ്പോൾ ശാസ്ത്രം എന്നുള്ള പക്ഷത്തില് ബന്ധനിവർത്തക ജ്ഞാനഹേതുത്വം ഇരിക്കുന്നതിനാൽ പ്രയോജനം സിദ്ധിക്കും. ശാസ്ത്രം, ഈ വേദാന്ത ശാസ്ത്രം അതെന്ത് ചെയ്തു? സംസാരം എന്നുള്ള ബന്ധത്തെ നിവർത്തിപ്പിക്കാനുള്ള കാരണമായിരിക്കുന്ന ജ്ഞാനത്തിന്റെ ഹേതുവാണ്. അതായത് ഈ ശാസ്ത്രത്തിന് ജ്ഞാനം ഉണ്ടാവും, ആ ജ്ഞാനമാണ് ബന്ധത്തിന്റെ നിവർത്തകൻ. അപ്പോൾ ബന്ധത്തിന്റെ നിവർത്തകനായിരിക്കുന്ന ജ്ഞാനത്തിന്റെ ഹേതുവാണ് ശാസ്ത്രം എന്നുള്ളതിനാൽ ഹേതു പക്ഷത്തിൽ സിദ്ധിച്ചത് കൊണ്ട് അവിടെ സാധ്യമായിരിക്കുന്ന പ്രയോജനം സിദ്ധിക്കപ്പെടും, പ്രയോജനവത്വം. ഇനി അടുത്തത് ബന്ധോ ജ്ഞാന നിവർത്തിയോ അധ്യസ്ഥത്വാത് സർപ്പവത്. സർപ്പത്തിൽ അധ്യസ്ഥത്വം ഇരിക്കുന്നുണ്ടോ? ഉണ്ട്. ഇരിക്കുന്നുണ്ട്. കയറുള്ള അധ്യസ്ഥമാണല്ലോ എന്തുകൊണ്ടാണ് സർപ്പം. സർപ്പത്തിൽ അധ്യസ്ഥത്വം ഇരിക്കുന്നത്? അധ്യസ്ഥത്വം സർപ്പത്തിൽ ഇരിക്കാൻ കാരണം എന്താ? അധ്യസ്ഥം ഏതാ അവിടെ? കയറാണോ സർപ്പാണോ? സർപ്പം. അപ്പൊ അധ്യസ്ഥത്വം എവിടെ ഇരിക്കും? എന്തിനാ സർപ്പത്തിൽ അധ്യസ്ഥത്വം വെച്ചത്? അധ്യസ്ഥമായതുകൊണ്ട്. അതുകൊണ്ട് സർപ്പം അധ്യസ്ഥമാണ്, കയറ് അധിഷ്ഠാനമാണ്. ശരി. അത്രയ്ക്ക് കുറെ കാലം ഇതിന്റെ കൂടെ കൂടിയെങ്കിൽ മാത്രമേ ഇതെന്താന്നുള്ള ഒരു തെളിവ് കിട്ടത്തുള്ളൂ, ഒരു തെളിച്ചം കിട്ടത്തുള്ളൂ. കയറ് അവിടെ അധിഷ്ഠാനമാണ്, അവിടെ അധ്യസിക്കപ്പെട്ടിരിക്കുകയാണ് സർപ്പം. അധ്യസ്ഥ വസ്തുവിലാണ് അധ്യസ്ഥത്വം ഇരിക്കുന്നത്. ഇപ്പം ഇവിടെ കിട്ടിയോ? ഞാൻ എന്താ ചോദിച്ചത്? എന്തുകൊണ്ടാണ് സർപ്പത്തിൽ അധ്യസ്ഥത്വം ഇരിക്കുന്നത്? ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ ഉത്തരം എന്താ? സർപ്പം അധ്യസ്ഥമായതുകൊണ്ട്. സർപ്പം അധ്യസ്ഥമായതുകൊണ്ട്. ഇത്രയല്ലേ ഉള്ളൂ. ഉത്തരം പറയുന്നതിന് മുന്നേ ചോദ്യം എന്താ? അധ്യസ്ഥത്വം എന്തുകൊണ്ട് ഇരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് അധ്യസ്ഥമായതുകൊണ്ട്. കയറിൽ എന്തുകൊണ്ട് സർപ്പ് ഇരുന്നു എന്ന് പറയാം? അജ്ഞാനം കൊണ്ട്. സംഭവം ശരിയാണ്, പക്ഷെ എനിക്ക് വേണ്ടതല്ലേ. ഇപ്പോൾ ഈ ചോദ്യത്തിനനുസരിച്ചായിരുന്നു നെക്സ്റ്റ് ഉത്തരം കിട്ടേണ്ടത്. അടിസ്ഥാനമായതുകൊണ്ട്, അടിസ്ഥാനമായതുകൊണ്ട്. കയർ അധിഷ്ഠാനമായതുകൊണ്ട്. ചിന്തിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്, വായി തോന്നി വിളിച്ചു പറയല്ല. നിങ്ങൾ ചിന്തിക്കുന്ന പാറ്റേൺ കിട്ടാതെ ഇവർ കൊണ്ടുപോകാൻ പറ്റൂല. അതാണ് പ്രശ്നം. ഉത്തരം നമ്മളെ വായിൽ അങ്ങനെ 10,000 കണക്ക് ഉത്തരമുണ്ട്, എവിടെങ്കിലുമൊക്കെ ഫിക്സ് ആവും. അങ്ങനെയല്ല ഉത്തരം കൊടുക്കുക. അവിടുത്തെ എന്ത് പാറ്റേൺ ആണ് പോയത് അതിനനുസരിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇതിനൊക്കെ തന്നെയാണ് നമ്മൾ ന്യായം പഠിപ്പിച്ചിരുന്നത്. നൈയായികനാണ് ഇതിന്റെ
ഫണ്ടമെന്റൽ സ്റ്റോൺസ് ഇട്ടിരുന്നത്. അതുവഴി ചവിട്ടി കയറിയില്ലെങ്കിൽ ഒന്നും പിടികിട്ടാൻ പോകില്ല. ഞാൻ ചോദിച്ചതിന് ഉത്തരം അതുവഴി കിട്ടിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് എനിക്ക് നിങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. നിങ്ങൾ എന്താ വിളിച്ചതിന്റെ ഹാ എന്ന് പറയുന്ന സ്കൂൾ ക്ലാസ് പരിപാടികളല്ലത്. ठीक അപ്പോൾ ബന്ധോജ്ഞാന നിവൃത്തിയോ അധ്യസ്ഥത്വാത് രജുസർപ്പവത്. കയറിലെ സർപ്പം, ആ കയറിലെ സർപ്പം അധ്യസ്ഥമല്ലേ? അതെ. അതുകൊണ്ട് എന്തിരിക്കും? അധ്യസ്ഥത്വം എന്നുള്ള ഹേതു ഇരിക്കും. ഹേതു വരുന്നതിനാൽ സാധ്യ സിദ്ധിക്കപ്പെടുമോ? സാധ്യത ഉണ്ടോ നോക്ക്. കാരണം ഇത് വ്യാപ്തി സിദ്ധിക്കുന്ന സ്ഥലമല്ലേ. സാധ്യം എന്താ? ജ്ഞാന നിവർത്തിത്വം. കയറിലെ സർപ്പം ജ്ഞാനത്താൽ നിവർത്യമാവുമോ? നിവർത്തി എന്ന് പറഞ്ഞാൽ നിവൃത്തിയുടെ വിഷയം. നിവൃത്തി എന്ന് പറഞ്ഞാൽ ബാധിക്കുക എന്നർത്ഥം. കയറിന്റെ ജ്ഞാനത്തോടുകൂടി സർപ്പം ബാധിക്കപ്പെടുന്നുണ്ട്. അതിനാൽ ബാധിതമാണ് സർപ്പം, അല്ലെങ്കിൽ ബാധ്യമാണ് സർപ്പം. ആ ബാധ്യമായിരിക്കും സർപ്പത്തെയാണ് നമ്മൾ നിവർത്തി എന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാനത്താൽ നിവർത്യമാണ് കയറിലെ സർപ്പം. അപ്പോൾ എന്ത് കിട്ടി? സാധ്യം കിട്ടി. ആയതിനാൽ നിങ്ങളുടെ വ്യാപ്തി സിദ്ധിക്കും. വ്യാപ്തി എന്താ? എത്ര എത്ര അധ്യസ്ഥത്വം അത്ര ജ്ഞാന നിവർത്തിത്വം. എവിടെയാണോ അധ്യസ്ഥത്വം ഇരിക്കുന്നത് അവിടെ ജ്ഞാന നിവർത്തിത്വം ഇരിക്കും. എവിടെ? കയറിലെ സർപ്പത്തിൽ. കയറിലെ സർപ്പം അധ്യസ്ഥവുമാണ്, ജ്ഞാനത്താൽ നിവർത്തിയുമാണ്. ഇപ്രകാരം സാധ്യവും ഹേതുവും നിങ്ങൾക്ക് ഒരേ ഇടത്ത് സിദ്ധിക്കാൻ പറ്റിയതിനാൽ വ്യാപ്തി സിദ്ധിക്കപ്പെട്ടു. ഇനിയിപ്പോൾ പക്ഷമായിരിക്കുന്ന ബന്ധത്തിൽ, സംസാര ബന്ധനത്തിൽ അധ്യസ്ഥത്വം ഇരിക്കുന്നില്ലേ? ഉണ്ട്. അധ്യസ്ഥം വാസ്തവമായിരുന്നെങ്കിൽ ശാസ്ത്ര പ്രവർത്തനം ഒന്നും നടക്കത്തില്ലായിരുന്നു. ഒരു മുക്തന് സിദ്ധിക്കാനും പറ്റത്തില്ല. ഇതിൽ വിവാദമാണ്. നമുക്ക് മുന്നോട്ട് നോക്കാം. അപ്പൊ ബന്ധത്തിൽ അധ്യസ്ഥത്വം ഇരിക്കുന്നതിനാൽ എന്ത് പറ്റി? ജ്ഞാന നിവർത്തിത്വം ഇരിക്കും. അപ്പോൾ ബന്ധം ജ്ഞാനത്താൽ നിവർത്തിയമാകുമ്പോൾ എന്ത് സിദ്ധിക്കപ്പെടും? ഐക്യം സിദ്ധിക്കപ്പെടും. ആ ഐക്യമാണ് ശാസ്ത്രത്തിന്റെ വിഷയം. ആ പങ്ക്തി ഇവിടെ ഇല്ല, അത് വേറെ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. ഇത് പ്രയോജന സിദ്ധി. പ്രയോജനമേ പറഞ്ഞിട്ടുള്ളൂ. പ്രയോജനം എങ്ങനെ വന്നു നോക്ക്. ഏവം അർത്ഥാത് ബ്രഹ്മജ്ഞാനാത് ജീവഗത അനർത്ഥ ബ്രഹ്മ നിവൃത്തിം ഫലം സൂത്രയത് ജീവബ്രഹ്മണോരൈക്യം വിഷയമപി അർത്ഥാത് സൂചയതി. ഇപ്രകാരം ഏവം അർത്ഥാത് എന്ത് സംഭവിച്ചു? ആർത്ഥികമായിട്ട് ബ്രഹ്മജ്ഞാനാത് ജീവഗത അനർത്ഥ ബ്രഹ്മ നിവൃത്തിയും ഫലം സൂത്രയത്. ജീവനിലിരിക്കുന്ന അനർത്ഥത്തിന്റെ, ജീവഗതമായിരിക്കുന്ന അനർത്ഥ ഭ്രമം, അതായത് ഞാൻ പരമാത്മാവിൽ ഭിന്നമാണെന്നും ഞാൻ ജീവനാണെന്നും ജഗത്തുണ്ട് എന്നുള്ളതും എല്ലാം ഭ്രമം തന്നെയാണ്. ബ്രഹ്മജ്ഞാനത്താൽ, ബ്രഹ്മജ്ഞാനാത് ജീവഗത അനർത്ഥ ഭ്രമ നിവൃത്തിയും. ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലം എന്താ? ജീവനിരിക്കുന്ന അനർത്ഥമായിരിക്കുന്ന ഭ്രമത്തിന്റെ നിവൃത്തി. ഈ ഒരു ഫലത്തെ, നിവൃത്തിയായിരിക്കുന്ന ഫലത്തെ സൂത്രം എന്ന് പറഞ്ഞാൽ സൂത്രരൂപത്തിൽ പറഞ്ഞുകൊണ്ട്, വിശദീകരിക്കാതെ സംക്ഷേമമായി പറഞ്ഞുകൊണ്ട് ഇവിടെ എന്ത് ശ്രദ്ധിച്ചു? ജീവബ്രഹ്മണോരൈക്യം വിഷയമപി അർത്ഥാത് സൂചയതി. ഇതാണ് ഉദ്ദേശം. ജീവബ്രഹ്മന്മാരുടെ ഐക്യമായിരിക്കുന്ന അർത്ഥത്തെയും വിഷയത്തെയും, ശാസ്ത്രത്തിന്റെ വിഷയത്തെയും, ശാസ്ത്ര ഇതിനെ കുറിച്ചാ പറയുന്നത് ജീവബ്രഹ്മണോരൈക്യം. ആ വിഷയവും സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? ഇവിടെ ജീവന്മാരുടെ അനർത്ഥം ഉണ്ടല്ലോ, ജീവഗത അനർത്ഥം. അതെന്താ? ഭ്രമമാണ്. അവിടെ ആദ്യത്തെ ഭ്രമം എന്താ? ജീവേശ്വര ഭേദഭ്രമമാണ്. അതിന്റെ നിവൃത്തിയാണ് ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമെങ്കിൽ അത് നിവർത്തമായി കഴിഞ്ഞാൽ, ഭേദം നിവൃത്തമായി കഴിഞ്ഞാൽ എന്ത് സിദ്ധിക്കപ്പെടും? അഭേദം സിദ്ധിക്കപ്പെടും. അഭേദം എവിടെ? ജീവബ്രഹ്മന്മാർ തമ്മിൽ. അതല്ലേ നിങ്ങളുടെ വിഷയം ശാസ്ത്രത്തിന്റെ. കാരണം അതിനെ ബോധിപ്പിച്ചാലല്ലേ അജ്ഞാനം നഷ്ടപ്പെടത്തുള്ളൂ. അന്യജ്ഞാനാത് അന്യത്ര ഭ്രമ നിവൃത്തേ. ഘടത്തിന്റെ ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് കയറിൽ സർപ്പത്തെ കണ്ടു നമ്മൾ, ഉദാഹരണം. ആ സർപ്പഭ്രമത്തിന്റെ നിവർത്തകനാണോ ശുക്തിയിലെ രജതജ്ഞാനം? അല്ല. സാമാന്യമായിട്ടല്ലെന്ന് പറഞ്ഞു. ആണെന്ന് പറയുന്ന ഭാഗമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഹയർ ടെക്സ്റ്റിൽ അതൊക്കെ കൊണ്ടുവരാം. ഇവിടെ ഒന്നും വരില്ല കേട്ടോ. ഇവിടെ വേറൊരു പാറ്റേൺ ആണ്. ഇവിടെ ഇതൊരു ലോവർ പാറ്റേൺ ആണ്. നിങ്ങൾക്ക് എന്താ കാണാൻ ബാക്കി കിടക്കേണ്ടത് എന്നുള്ളതാണ് ഇനി. അപ്പം ഇത് ഇവിടെ പഠിച്ചു പോയിക്കോ. ഇത് തന്നെ കട്ടപ്പാടായിരിക്കും. അന്യജ്ഞാനം കൊണ്ട് അന്യത്തിന്റെ നിവൃത്തി ഉണ്ടാവത്തില്ല. ठीक है. അന്യജ്ഞാനാത് അന്യത്ര ഭ്രമ അനിവൃത്തേ. അപ്പോൾ എവിടെയുള്ള ഭ്രമനിവൃത്തി സംഭവിച്ചത്? ജീവൻ ഈശ്വരന്മാരുടെ ഭേദത്തിന്റെ നിവൃത്തി സംഭവിച്ചു. അത് എപ്പോഴാണ് സംഭവിച്ചത്? ബ്രഹ്മജ്ഞാനത്താൽ. ആർക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായി? ജീവന് ബ്രഹ്മജ്ഞാനം ഉണ്ടായി. ജീവന് ബ്രഹ്മജ്ഞാനം ഉണ്ടായപ്പോൾ ജീവനും ഈശ്വരനും തമ്മിലുള്ള, അതായത് ബ്രഹ്മവും തമ്മിൽ ഭേദജ്ഞാനം നിവൃത്തമായിട്ടുണ്ടെങ്കിൽ ആ ഭേദജ്ഞാനത്തിന്റെ വിപരീതം എന്താ? ഐക്യം. ആ ഐക്യം സിദ്ധിക്കപ്പെടൂലേ? ഭേദവും ഐക്യവും രണ്ട് വിപരീത വസ്തുക്കൾ. ജീവന്റെ ജീവൻ ഉണ്ടായിരിക്കുന്ന ബ്രഹ്മജ്ഞാനത്താൽ, ബ്രഹ്മജ്ഞാനം കൊണ്ട് ജീവേശ്വരന്മാർ തമ്മിലുള്ള ഒരു ഭേദഭ്രമം നിവൃത്തമായിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ എന്തായിരിക്കും ഇവിടെ സിദ്ധിക്കുന്നത്? ജീവേശ്വരന്മാർ തമ്മിലുള്ള ഐക്യം.
അന്യജ്ഞാനാത് അന്യത്ര ഭ്രമ നിവൃത്തേഹേ. അതിന്റെ മുന്നേ ബ്രഹ്മജ്ഞാനാത് ജീവഗത അനർത്ഥ ഭ്രമ നിവൃത്തിം ഫലം സൂത്രയത്. ബ്രഹ്മജ്ഞാനം കൊണ്ട് ജീവനിലെ അനർത്ഥഭ്രമത്തിന്റെ നിവൃത്തി ഉണ്ടായി. കയറിന്റെ ജ്ഞാനം കൊണ്ട് കയറിലെ അനർത്ഥമായിരിക്കുന്ന സർപ്പഭ്രമമാണ് നിവർത്തിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബ്രഹ്മജ്ഞാനം കൊണ്ട് ജീവനിലെ അനർത്ഥഭ്രമം നിവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ? ജീവനും ബ്രഹ്മവും ഏകമാണെന്നാണ്. കയറിലെ ഭ്രമനിവൃത്തി കാരണമാണ് കയറിന്റെ ജ്ഞാനം. അവിടെ കയറായിരിക്കുന്ന സർപ്പത്തെ മനസ്സിലാക്കുകയാണ്. അതിന്റെ വിപരീതമാണ് കയറ് വേറെ സർപ്പം വേറെ എന്നുള്ളത്. അപ്പൊ ഐക്യഭ്രമത്തിന്റെ നിവർത്തകനായിട്ടിരിക്കുകയാണ് ഭേദജ്ഞാനം. ഇവിടെ നേരെ തലതിരിച്ച ഭേദഭ്രമത്തിന്റെ നിവർത്തകനായിരിക്കുകയാണ് ഐക്യജ്ഞാനം. ഓക്കെ. പക്ഷെ ഇത് സംഭവിച്ചത് എവിടെയാ? ജീവൻ ഉണ്ടായിരിക്കുന്ന ജ്ഞാനം, പക്ഷെ അതിന്റെ വിഷയമായി മാറിയത് ബ്രഹ്മമാണ്. ബ്രഹ്മവിഷയക ജ്ഞാനം കൊണ്ട് ജീവന് അനർത്ഥഭ്രമം നിവൃത്തമായിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ജീവനും ബ്രഹ്മവും ഏകമായതുകൊണ്ടാണ്. ജീവോ ബ്രഹ്മാഭിന്നഃ തജ്ഞാന നിവർത്തിയ അധ്യാസാശ്രയത്വാദ് യദിത്തം തത്തഥാ യഥാ ശുക്ത്യഭിന്ന ഇതമംശ ഇതി വിഷയസിദ്ധീർ ഹേതുരധ്യാസഃ. ഇനി അനുമാന പ്രയോഗം നടത്തുകയാണ്. ജീവോ ബ്രഹ്മ അഭിന്നഃ, ദീർഘമുണ്ട് ഇവിടെ. ബ്രഹ്മാഭിന്നഃ, ജീവൻ ബ്രഹ്മത്തേക്കാൾ അഭിന്നമാകുന്നു. എന്തുകൊണ്ടാ? തജ്ഞാന നിവർത്തിയ അധ്യാസാശ്രയത്വാദ്, ബ്രഹ്മജ്ഞാന നിവർത്തി അധ്യാസാശ്രയമായതിനാൽ. ജീവന് ബ്രഹ്മജ്ഞാനം ഉണ്ടാകുമ്പോൾ ബ്രഹ്മജ്ഞാനത്താൽ നിവർത്തിയമായിരിക്കുന്ന ഒരു അധ്യാസമുണ്ട്. ഇവിടെ ജഗദധ്യാസം എടുക്കുക, അല്ലെങ്കിൽ ഭേദാധ്യാസം എടുക്കുക. ഞാനും ബ്രഹ്മവും ഭിന്നമാണ് എന്നുള്ളൊരു അധ്യാസം നമ്മൾക്കുണ്ടല്ലോ. ഈ ഒരു അധ്യാസ ആശ്രയമായി മാറുന്നുണ്ട് ആര്? ജീവൻ. അധ്യാസ ആശ്രയത്വം. അദ്വൈതസിദ്ധിയേക്കാൾ ടോപ്പ് ഓർഡർ ടെക്സ്റ്റാണ് സിദ്ധാന്തം. സത്യത്തിൽ സിദ്ധാന്തം എഴുതിയ ശേഷമാണ് മധുസൂദന സരസ്വതികൾ അദ്വൈതസിദ്ധി എഴുതുന്നത്. പക്ഷെ അങ്ങനെ എഴുതിയ പുസ്തകത്തിലല്ല പ്രശ്നം, അതിനൊരു ടീക്കയുണ്ട്. ആ ടീക്കയിലാണ്, ഗൗഡബ്രഹ്മാനന്ദിയിലാണ് മൊത്തം പ്രശ്നം. ജീവോ ബ്രഹ്മാഭിന്നഃ തജ്ഞാന നിവർത്തിയ അധ്യാസാശ്രയത്വാദ്, ബ്രഹ്മജ്ഞാനത്താൽ നിവർത്തിയമായിരിക്കുന്ന അധ്യാസം, അതായത് ഭേദാധ്യാസം എടുത്തോ, കൂടുതൽ സ്പഷ്ടമാവും. അപ്പോൾ ജീവൻ ബ്രഹ്മത്തെക്കാൾ ഭിന്നമായിരുന്നുവെങ്കിൽ ബ്രഹ്മജ്ഞാനത്താൽ നിവർത്തിയമായിരിക്കുന്ന അധ്യാസത്തിന്റെ ആശ്രയം ജീവനാവത്തില്ലായിരുന്നു. ഭേദാധ്യാസം, ബ്രഹ്മജ്ഞാനത്താല് നിവർത്തിയമാവുന്ന ഒരു ഭേദാധ്യാസം ദൃഷ്ടാന്തത്തിൽ കുറച്ചുകൂടി സ്പഷ്ടമാകും. ബ്രഹ്മജ്ഞാനം കൊണ്ട് നിവർത്തിയമാവുന്ന അധ്യാസത്തിന്റെ ആശ്രയമായി മാറിയിരിക്കുകയാണ് ജീവൻ. എവിടെയാണോ ബ്രഹ്മജ്ഞാന നിവർത്തി അധ്യാസാശ്രയത്തുള്ളത്, അത് ബ്രഹ്മത്തെക്കാൾ ഭിന്നമായിരിക്കും. ദൃഷ്ടാന്തം നോക്ക്. യദിത്തം തത്തത, ഏതെപ്രകാരം, അതായത് എവിടെയാണോ ഹേതു ഇരിക്കുന്നത് അവിടെ സാധ്യമിരിക്കും. ഏതാണ് ഇപ്രകാരമുള്ളത് എന്ന് പറഞ്ഞാല് തതുകൊണ്ട് അന്യവസ്തുവിനെടുത്തോ. അന്യവസ്തുജ്ഞാന അധ്യാസാശ്രയത്തെ എവിടെയുണ്ടോ ആ വസ്തുക്കൾ പരസ്പരം അഭിന്നങ്ങളായിരിക്കും എന്ന് ചുരുക്കി മനസ്സിലാക്കിയോ. യഥാ ശുക്തി അഭിന്ന ഇതമംശ ഇതി വിഷയസിദ്ധി ഹേതുരധ്യാസ. ശുക്തി അഭിന്ന ഇതവംശം. നമ്മള് ബ്രഹ്മസ്ഥലത്ത് രജതത്തെ കാണുന്നുണ്ട്, ശുക്തിയെ കാണുന്നില്ല. പക്ഷേ ശുക്തിയുടെ ഇതമംശത്തെ കാണുന്നുണ്ട്. ശുക്തിക്ക് രണ്ടംശമുണ്ട്. ഒരു വസ്തുവിന് രണ്ടംശം ഉണ്ടാവും. നമ്മൾ ഏതൊരു വസ്തുവിനെ കാണുമ്പോഴും ഇത് ഘടം അത് പടം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇതംത്വേന സകല വസ്തുക്കളെയും ഗ്രഹിക്കുന്നുണ്ട്. വിശേഷ രൂപത്തിലും ഘടപടാതി രൂപത്തിലും ഗ്രഹിക്കും. ഇതിനെ നമ്മൾക്ക് രണ്ടാക്കി പറയുമ്പോൾ ഒന്ന് സാമാന്യാംശമെന്നും ഒന്ന് വിശേഷാംശമെന്നും പറയും. ഇതംത്വേന ഗ്രഹിക്കുമ്പോൾ അത് സാമാന്യാംശവും ഘടപടാതി രൂപത്തിൽ ഗ്രഹിക്കുമ്പോൾ അത് വിശേഷാംശവുമാണ്. ഇതേപോലെ ബ്രഹ്മസ്ഥലത്ത് നമ്മൾ അയം സർപ്പ ഇതം രജതം എന്നൊക്കെ പറയുന്ന നേരം അധിഷ്ഠാനത്തെ നമ്മൾ ഇതംത്വേന ഗ്രഹിക്കുന്നുണ്ട്. അവിടെ വിശേഷ രൂപത്തിൽ സർപ്പം രജതം എന്നിങ്ങനെ ഗ്രഹിക്കും. എന്നാലും സാമാന്യ സ്ഥലം നോക്കി, അതായത് പ്രമാസ്ഥലം നോക്കിക്കഴിഞ്ഞാല് എന്തൊക്കെയുണ്ട്? ഒരു ശുക്തിയുണ്ട്, ഒരു ഇതമാംശമുണ്ട്, അല്ലേ? യഥാ ശുക്തി അഭിന്ന ഇതമാംശ ഇതി, ശുക്തി അഭിന്നമായിരിക്കുന്ന ഇതമാംശത്തെ എടുത്തിട്ട് ഇനി എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹേതുവിനെ ഇവിടെ അന്വയിക്കണം. തജ്ഞാന നിവർത്തി അധ്യാസാശ്രയത്വം എന്നുള്ളതിനെ നീ ഇവിടെ കൊണ്ട് അന്വയിക്കണത്. ഇത് ഇതുമായിട്ട് അന്വയിക്കരുത്, ശുക്തിയായിട്ട് പിടിച്ച് അന്വയിക്കുക. ശുക്തിജ്ഞാന നിവർത്തിയ അധ്യാസം, അതായത് നമ്മൾ ഇതമി ശുക്തിയില് രജതത്തെ കണ്ടിരുന്നതാണ്.
അപ്പോൾ തജ്ഞാന എന്നുള്ളത് കൊണ്ട് ശുക്തിജ്ഞാനം എന്ന് എടുക്കുക. ശുക്തിജ്ഞാന നിവർത്തിയമല്ലേ രജതാധ്യാസം? അതെ. ആ അധ്യാസത്തിന്റെ ആശ്രയമായിരുന്നില്ലേ ഇതം? അതെ. ഇത് ബ്രഹ്മവും പ്രമേയം കണ്ട് മനസ്സിലാക്കിയത് പിടികിട്ടത്തില്ലേ? ഇയം ശുക്തി, ഇതം രജതം എന്ന് നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ട്. ആ അധ്യാസത്തെ നശിപ്പിച്ചതാണ് ആര്? ഇതമായിരിക്കുന്ന വസ്തുവിൽ നമ്മൾ ശുക്തിയെ ഗ്രഹിച്ചപ്പോൾ. അപ്പോൾ ശുക്തിജ്ഞാന നിവർത്തിയമാണ് ആ ഇതമിലുണ്ടായിരുന്ന രജതാധ്യാസം. ഇതമിലുണ്ടായിരുന്ന രജതാധ്യാസമായതിനാൽ ആ രജതാധ്യാസത്തിന്റെ ആശ്രയമാണ് ഇതം. അപ്പോൾ ശുക്തിജ്ഞാന നിവർത്തിയ രജതാധ്യാസത്തിന്റെ ആശ്രയം ഇതമായതിനാൽ എപ്രകാരം ശുക്തിയും ഇതവും തമ്മിൽ അഭിന്നത കാണുന്നുവോ, ഏകമല്ലേ, ഇതം തന്നെയല്ലേ ശുക്തി, ഇയം തന്നെയല്ലേ ശുക്തി. സ്ത്രീലിംഗത്തിലാവുമ്പോൾ ഇയം എന്നാ, ഇയം ശുക്തി. അപ്പൊ എന്ത് പറ്റി? ശുക്തിജ്ഞാന നിവർത്തിയ രജത അധ്യാസാശ്രയമാണ് ഇതം എന്നുള്ളതിനാൽ ഇതവും ശുക്തിയും തമ്മിൽ ഏകത്വമുണ്ട്. അപ്പോൾ എന്ത് കിട്ടി? നിങ്ങൾക്ക് ദൃഷ്ടാന്തം സിദ്ധിക്കാൻ പറ്റിയതിനാൽ ഇനി നിങ്ങൾക്ക് ദൃഷ്ടാന്തത്തിൽ ഹേതു സിദ്ധിക്കപ്പെട്ടത് കൊണ്ട് ഹേതു സാധ്യവും അജ്ഞാന നിവർത്തിയ അധ്യാശാസ്ത്രയത്വം എന്നുള്ളതാണ് ഈ ഹേതു. അതെവിടെ സിദ്ധിച്ചു? ശുക്തി അഭിന്ന ഇതാംശത്തില്. ഇതാംശം എന്ന് പറഞ്ഞാൽ മതി. ശുക്തി അഭിന്ന ഇതാംശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് സ്പഷ്ടീകരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെ ബ്രഹ്മാഭിന്ന എന്നുള്ള സ്ഥലത്ത് നമ്മൾക്ക് ദൃഷ്ടാന്തത്തിൽ സാധ്യം വരിക ശുക്തി അഭിന്ന എന്നാ. അപ്പൊ ശുക്തി അഭിന്നമാണ് എന്ത്? രജതം. ശുക്തി അഭിന്നമാണ് ഇതം. അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ശുക്തിജ്ഞാന നിവർത്തി അധ്യാശാസ്ത്രയത്വം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ശുക്തിജ്ഞാന നിവർത്തി അധ്യാശാസ്ത്രയത്വം ഇതമിൽ കിട്ടിയത് കൊണ്ട് എന്ന് പറയാൻ ഹേതു കിട്ടിയ സ്ഥലത്ത് ശുക്തി അഭിന്നത്വവും ഇതമിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ ഇനി വ്യാപ്തി എങ്ങനെ ഉണ്ടാവും? തജ്ഞാന നിവർത്തിയ അധ്യാശാസ്ത്രയത്വം തത്ര തദഭിന്നത്വം എന്ന് സാമാന്യമായിട്ട് എടുത്താൽ മതി. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ജീവനില് തജ്ഞാന നിവർത്തി അധ്യാശാസ്ത്രയത്വം എന്ന് പറയുക ബ്രഹ്മജ്ഞാന നിവർത്തി അധ്യാശാസ്ത്രയത്വം ഇരിക്കുന്നതിനാൽ സാധ്യമായിരിക്കുന്ന ബ്രഹ്മാഭിന്നത്വം കിട്ടും. ഇപ്രകാരം വിഷയ പ്രയോജനവത്വാത് അതിന് മുന്നൊരു പങ്ക്തി വിട്ടുകിട്ടുണ്ട്. വിഷയ യഥാ ശുക്തിഭിന്ന ഇതമാശ ഇതി. ഇതുകൊണ്ട് എന്ത് കിട്ടി? വിഷയസിദ്ധി ഹേതുരധ്യാസ. വിഷയം എന്താണ്? ഐക്യം. ആ ഐക്യാധ്യാസിദ്ധിക്ക് ഹേതുവാണ് എന്ത്? അധ്യാസം എന്നുള്ളത്. അപ്പോൾ ജഗത് അധ്യസ്ഥമാണെങ്കിൽ മാത്രമേ നമ്മൾക്കിവിടെ ശാസ്ത്രത്തിന്റെ വിഷയമായിരിക്കുന്ന ഐക്യം സിദ്ധിക്കാൻ പറ്റത്തുള്ളൂ. ആയതിനാൽ വിഷയസിദ്ധിയുടെ ഹേതുവാണ് അധ്യാസം എന്നുള്ളത്. ഇപ്രകാരം വിഷയപ്രയോജനവത്വാത് ശാസ്ത്രം ആരംഭണീയമിതി. ആയതിനാൽ ശാസ്ത്രത്തിന് വിഷയം, പ്രയോജനം, അധികാരി, സംബന്ധം എന്നിവ ഉള്ളത് കൊണ്ട് ശാസ്ത്രം ആരംഭിക്കണം. അതായത് അനുബന്ധം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? അനുബന്ധത്വം കിം? ഗ്രന്ഥാധ്യയന പ്രവൃത്തി ഹേതു ജ്ഞാന വിഷയത്വം അനുബന്ധത്വം. അത്ര പൂർവപക്ഷേ ബന്ധസ്യ സത്യത്വേന ജ്ഞാനാത് നിവൃത്തേർ ഉപായാന്തര ജ്ഞാനാദാനിവൃത്തിർ ഉപായാന്തര സാധ്യാമുക്തിരിതി ഫലം. പൂർവപക്ഷിയുടെ സിദ്ധാന്തിയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ അവതരിപ്പിക്കുകയാണ്. പൂർവപക്ഷേ ബന്ധസ്യ സത്യത്വേന. ഇവിടെ ഇപ്പോൾ പൂർവപക്ഷെ സംബന്ധിച്ച് ബന്ധം സത്യമാണെന്നിരിക്കെ ജ്ഞാനത്താൽ നിവർത്തിതമാവുകയോ ഇല്ല. ജ്ഞാനാദനുവർത്തേഹി, ജ്ഞാനത്താൽ നിവർത്തിതമാവത്തില്ല എന്നുള്ളത് കൊണ്ട് ഉപായാന്തര സാധ്യ എന്ന് പറഞ്ഞാൽ കർമാദി സാധ്യമാണ് എന്ത്? ബന്ധം. കൈവല്യം എന്നുള്ളത് കർമ്മസാധ്യമാണ്. ठीक അതായത് കർമ്മയെ സംബന്ധിച്ച് അപാമ സോമം അമൃത അഭൂമ ഇത്യാദി വചനങ്ങളുടെ ദേവത്വപ്രാപ്തിയിൽ കിട്ടുന്ന ദ്രവ്യമായിരിക്കുന്ന പീയൂഷമായിരിക്കുന്ന അമൃതപാനമാണ് കൈവല്യം. പക്ഷെ സിദ്ധാന്തിക്കോ? സിദ്ധാന്തേ ജ്ഞാനാദേവ മുക്തിരിതി വിവേക. ജ്ഞാനാദേവത് കൈവല്യം. സിദ്ധാന്തിക്ക് അനുസരിച്ച് ജ്ഞാനം കൊണ്ട് മാത്രം കൈവല്യം. ഇത് സർവം മനസ്സിനിധായ. ഇപ്രകാരം എല്ലാം മനസ്സിൽ വിപൂർവോധ കരോത്യർത്ഥെ അഭിപൂർവസ്തു ഭാഷണ മേളനേച്ച അഭിസംപൂർവ നിപൂർവ സ്ഥാപനമത. ഇതെല്ലാം മനസ്സിൽ സ്ഥാപിച്ചിട്ട് എന്ന് പറഞ്ഞ മനസ്സിൽ നിശ്ചയിച്ചിട്ട് ബ്രഹ്മസൂത്രാണി വ്യാഖ്യാതു കാമോ ഭഗവാൻ ഭാഷ്യകാര. വ്യാഖ്യാതും കാമോ യസ്യ. വ്യാഖ്യാനിക്കാനുള്ള ഇച്ഛ ആർക്കാണോ ഉള്ളത് അങ്ങനെ എന്ത് പറയും? വ്യാഖ്യാതു കാമഹ. ബ്രഹ്മസൂത്രത്തെ വ്യാഖ്യാനിക്കാൻ ഇച്ഛ ആർക്കാണുള്ളത്? ഭാഷ്യകാരൻ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ? ജ്ഞാനിയാണ്. അത് നിശ്ചയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂലേ. നമ്മൾ നാട്ടുകാർ ആരെ കിട്ടിയാലും പിടിച്ച് കുത്തനെ പിടിക്കും. നിന്റെ ഗുരു ജ്ഞാനിയാണ് വെച്ചിട്ട് പിന്നെ തന്റെ ഗുരു ജ്ഞാനം തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ആന്ന് പറയാൻ പറ്റുമോ? ഇത് ആരുടെ അടുത്തും ജയിക്കേണ്ടിയിട്ടല്ല. ജഗത്ത് മിഥ്യയാണെങ്കിൽ
ഇങ്ങനൊരു ജഗത്ത് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. പണ്ട് ഞാൻ ഈ അദ്വൈത സിദ്ധിയൊക്കെ പഠിച്ച സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, എടാ ഈ ഗ്രന്ഥമൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ജ്ഞാനം കിട്ടി? കാരണം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാലോ. വേദാന്തത്തിലെ 66 തെറ്റുകൾ എടുത്തു കാണിച്ച ഗ്രന്ഥമാണ് ശതദൂഷണി. വേദാന്ത ദേശികന്റെ ശതദൂഷണി. ശതദൂഷണിയുടെ വ്യാഖ്യാനമാണെന്ത്? ന്യായനിർണയം. ന്യായം. ന്യായനിർണയത്തിന്റെ ഖണ്ഡനമാണ് അദ്വൈത സിദ്ധി. ഇവിടെ എത്തുമ്പോഴേ നമ്മൾക്ക് ഭാഷ്യത്തിൽ പറഞ്ഞതും എന്താണെന്നുള്ളത് നിശ്ചയിക്കാൻ പോലും പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന് മുന്നെയോ? ഇപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞ ഉത്തരവാണ്, എടാ മണ്ട, ഈ ദൃഷ്ടി സൃഷ്ടിവാദത്തിനനുസരിച്ച് ഇതിന്റെ മുന്നേ പിന്നെ എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടോ? ഇവിടെയാണ് നിങ്ങൾക്ക് മിഥ്യ എന്നുള്ളത് എന്ത് മനസ്സിലായി എന്നുള്ളത് മനസ്സിലായോ? മിഥ്യ ആണെങ്കിലും പിന്നെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ചോദ്യമൊന്നുമില്ല. മിഥ്യയിൽ ഒരു ചോദ്യത്തിൽ ഉത്തരവില്ല. മിഥ്യാവസ്തു മനസ്സിലായിട്ടുണ്ടെങ്കിൽ ടീക്കേ, കിണ്ടിയാണോ വിളക്കാണോ ആദ്യം പിടിക്കേണ്ടതെന്നുള്ള ചോദ്യമേ ഇവിടെ ഇല്ല. അതൊക്കെ ജഗത്ത് സത്യമാണെന്ന് നിശ്ചയിച്ചിടുന്ന ഒന്നൊന്നാം തരം നിശ്ചയത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും അദ്വൈതിയുടെ കുപ്പായ എടുത്ത് അണിയാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മനീഷ പഞ്ചകത്തിൽ ചണ്ടാലൻ തിരിച്ചു വയ്ക്കുന്നത് എന്തിന്റെ പേരിലാണോ? ലോകത്തില് ചണ്ടാളിനെതിരെയുള്ളതാണ് 99%. ആലോചിച്ചു. കാരണം ഇല്ല, വ്യവഹാരത്തിൽ ഭേദമില്ലേ? എല്ലാ മണ്ഡലേശ്വരന്മാരും ചാടിക്കേറി ചോദിക്കും. അങ്ങനെ ചോദിക്കാത്തൊരു മണ്ഡലേശ്വരൻ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചില മണ്ഡലേശ്വരന്മാർക്ക് ഒരു ഭാഷാ പ്രയോഗമുണ്ട്. ഈ ശരീരം അന്ന് ഔറംഗസേബിനോട് ഏറ്റുമുട്ടുമ്പോൾ ഈ ശരീരം താൻ എവിടെയായിരുന്നു ഇവിടെ വന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. മനസ്സിലായോ? ഈ ശരീരം അന്ന് മുംബൈയിലായിരിക്കുമ്പോൾ താങ്കൾ എവിടെയായിരുന്നു സുഹൃത്തെ? ഞാൻ സർവ്വവ്യാപകനല്ലേ? മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു ഭാഷാ പ്രയോഗമുണ്ട് മണ്ഡലേശ്വരന്മാർ. ഇതെന്തിനാ? സത്യത്തിൽ ഞാനിത് ഞങ്ങളെ പഠിപ്പിച്ച സ്വാമി പറയുന്നത് ഞാനിത് കാര്യമാക്കിയിട്ടില്ല. പക്ഷെ സത്യത്തിൽ ഞാനിത് ഒരു ദിവസം കേട്ടപ്പോൾ എനിക്ക് ചിരിയും കരച്ചിലും ഒന്നിച്ചു വന്നു. എടാ, ഇപ്പോഴും അവന്മാര് നഷ്ടപ്പെട്ടിട്ടില്ല ഭൂമിയിൽ നിന്ന്. അതായത് കാലം മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഈ കാര്യത്തിൽ മനുഷ്യന്റെ ബുദ്ധി മുന്നോട്ട് പോകുന്നില്ല. എല്ലാ കാലത്തും പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് പഠിച്ചതല്ല, മനമര്യാദയ്ക്ക് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ദ്വിതീയമായിരിക്കുന്ന കാണ്ഡത്തിൽ ശ്രദ്ധ പോലും വരത്തില്ല. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ ബ്രഹ്മജ്ഞാനിക്ക് തന്നെ കുണ്ടലിനി വിദ്യ അറിയാം. ഇതെങ്ങനെ ഒത്തുപോകുന്നു എന്നുള്ളത് അജ്ഞാനിയായിരിക്കും നമുക്ക് മനസ്സിലാകുന്നില്ല. ജ്ഞാനിയായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവുന്നു എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഇവിടെയാണ് ഈ വീണ്ടും ചണ്ടാളിന് വരേണ്ടി വരുന്നത്. ശരി, ചണ്ടാൽ ചില്ലറക്കാരനല്ല, ചില്ലറ പ്രശ്നമൊന്നല്ല അങ്ങനെ ഉണ്ടാക്കി വെച്ചത്. ചണ്ടാല് ഒരു സിസ്റ്റത്തെ പൊളിച്ചെഴുതിയതാണത്. കുണ്ടൽ എന്ന് പറഞ്ഞാൽ പ്യുവർ ദ്വൈത സിദ്ധാന്തമാണ്. അതൊരിക്കും ഇവിടെ നടക്കും ദ്വൈത സിദ്ധാന്തം പറയാൻ പറ്റുന്നത്. രണ്ടും കൂടി പിന്നെ നടുന്നൊക്കെ ഇറങ്ങിയല്ലേ നിങ്ങള് ചോദിച്ചാൽ, നീ അങ്ങേരേക്കാളോ ഇന്ന് പോടോ, ഇതിലൊന്ന് പങ്ക്തി ഒന്ന് അന്വേഷിച്ചൊന്ന് കേൾപ്പിച്ചെന്ന് ദ്വൈത അദ്വൈതം ഒത്തുപോകുന്ന ഒരു സ്ഥലം. അതായത് ട്രാൻസ്പെറന്റ് ആയിരിക്കുന്ന വസ്ത്രം ഇടാൻ രാജാവിനും പറ്റും. പക്ഷെ രാജാവിന് നഗ്നനാണെന്ന് പറയേണ്ടവന് ആ വസ്ത്രം ഇടേണ്ട ആവശ്യം വരുന്നില്ല. അത് ഏത് പിഞ്ചു കുഞ്ഞിനും പിടിച്ചു പറയാൻ പറ്റും. അത്രയുള്ള സംഭവങ്ങൾ അതൊക്കെ. ഇത് സർവം മനസ്സി നിധായ ഭാഷ്യകാര സൂത്രേണ ഇനി എന്താ ചെയ്യുന്ന നോക്കിയോ. ഇത് സർവം മനസ്സി നിധായ പ്രകാരമെല്ലാം നിശ്ചയിച്ചിട്ട് ബ്രഹ്മസൂത്രാണി വ്യാഖ്യാതുകാവും ഭഗവാൻ ഭാഷ്യകാര. ബ്രഹ്മസൂത്രത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്ന ഭാഷ്യകാരൻ സൂത്രേണ, സൂത്രത്താൽ എന്താ ചെയ്യുന്നത്? വിചാര കർത്തവ്യതാരൂപ ശ്രൗതാർത്ഥ അന്യത അനുപത്യ അർത്ഥാത് സൂത്രിതം വിഷയപ്രയോജനവത്വം ബോദ്ഘാതത്വ. വിഷയപ്രയോജനവത്വം ഇവിടെ ഫുൾ സ്റ്റോപ്പ് പഠിക്കുന്നതായിട്ട് നല്ലത്. നോക്കിക്കോ അതെന്റെ അന്യം എങ്ങനെ വരിക. വിചാര കർത്തവ്യതാരൂപ ശ്രൗതാർത്ഥം, ശ്രുതിയാൽ പറഞ്ഞപ്പെട്ടിരിക്കുന്ന അർത്ഥമാണ് വിചാര കർത്തവ്യത. ഏത് ശ്രുതിയാല്? ശ്രോതവ്യ, മന്തവ്യ, നിര്യാസിതവ്യ, സന്യഷ്ടവ്യ, സഭിജിജ്ഞാസിതവ്യ ഇത്യാദി ശ്രുതികളാൽ പറയപ്പെട്ട അർത്ഥമാണ് എന്ത്? വിചാര കർത്തവ്യത. ആ വിചാര കർത്തവ്യത രൂപ അർത്ഥത്തെ, ശ്രൗതാർത്ഥത്തെ, വിചാര കർത്തവ്യത രൂപ ശ്രൗതാർത്ഥാൻ, ശ്രുതി പ്രതിപാദ്യമായ അർത്ഥമാണ്. അർത്ഥാൻ ശ്രൗത അർത്ഥ അന്യഥാനുപത്യ എന്ന് പറഞ്ഞാൽ ബന്ധം, ഈ സംസാര ബന്ധം മിഥ്യ അല്ലായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കത്തില്ലായിരുന്നു? നഷ്ടപ്പെടത്തില്ലായിരുന്നു. അത് നഷ്ടപ്പെടാൻ വേണ്ടിയാണ് എന്ത് പറഞ്ഞത്? ജ്ഞാനത പറഞ്ഞത്. ആ ജ്ഞാനത്തിന് വേണ്ടിയാണ് എന്ത് വിധിച്ചത്? വിചാരം വിധിച്ചത്. അപ്പോൾ വിചാരം വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം സിദ്ധമായി, എന്ത്? ബന്ധം അനർത്ഥകമാണെന്ന്, ബന്ധം അധ്യസ്ഥമായിരുന്നു എന്നുള്ളത്. ശരി, അന്യഥാനുപത്യ അർത്ഥാത് സൂത്രിതം വിഷയപ്രയോജനവത്വം. ആർത്തികമായിട്ട് ഈ സൂത്രത്തിലൂടെ ഇതും സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ത്? വിഷയവും പ്രയോജനവത്വവും.
ഇവിടെ ഫുൾ സ്റ്റോപ്പ് പഠിച്ചോ. ഇനി പറയാണ് ഉപോദ്ഘാതത്വ അത് തസിദ്ധി ഹേതു അധ്യാസ ആക്ഷേപ സമാധാനാഭ്യാം പ്രഥമം വർണ്ണയതി. അതായത് ഇതിവിടെ നിങ്ങൾ പഞ്ചപാതി കാണുന്ന സമയത്ത് അതിനെ 9 വർണ്ണകങ്ങളിലാക്കിയിട്ടാണ് അധ്യായങ്ങളിൽ. അപ്പൊ അതിന്റെ ഒരു ലാഞ്ചലാണ് ഇവിടെ കാണുക. വർണ്ണയതി, വർണ്ണിക്കുക എന്നും പറയാം, അല്ലെങ്കിൽ ഒന്നാമത്തെ വർണ്ണകം തുടങ്ങുക എന്ന അർത്ഥത്തിലും പറയാം. എന്താ പറയുന്നത്? ഉപോദ്ഘാതത്വ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ഉപോദ്ഘാത സംഗതിയാണ്. ഉപോദ്ഘാതം എന്ന് പറഞ്ഞ ആരംഭം. ഉപോദ്ഘാതത്വ അത് തസിദ്ധി ഹേതു, ആ വിഷയപ്രയോജന സിദ്ധിക്ക് ഹേതു ആണെന്ത്? അധ്യാസം. ആ അധ്യാസത്തെ ആക്ഷേപ സമാധാനാഭ്യാം പ്രഥമം വർണ്ണയതി. ഉപോദ്ഘാതത്വാത്, ഇത് ഉപോദ്ഘാതം ആരംഭമായതിനാൽ ആരംഭിക്കുന്ന വിഷയം ഏതാണ്? ഐക്യസംബന്ധിയായിരിക്കുന്ന ശാസ്ത്രത്തെ അല്ലേ? അതുകൊണ്ട് തസിദ്ധി ഹേതു, വിഷയപ്രയോജന സിദ്ധിക്ക് ഹേതുവാണ് അധ്യാസം. ആ അധ്യാസത്തിന്റെ അധ്യാസ ആക്ഷേപ സമാധാനാഭ്യാം, അധ്യാസത്തിന്റെ ആക്ഷേപം നടത്തും പൂർവപക്ഷി. എന്ന് പറഞ്ഞാൽ ഈ ജീവബ്രഹ്മ താദാത്മ്യം ഇതൊരു അധ്യാസമല്ലേ? ഈ ഒരു അധ്യാസം സംഭവിക്കത്തില്ല എന്ന് ആര്? പൂർവപക്ഷി. സിദ്ധാന്തി പറയും തഥാപി അന്യോന്യസ്മിൻ അന്യോന്യാത്മകതം അന്യോന്യ ധർമാസ്യ അധ്യസ്യ ഇതരേതര അവിവേകന, പരസ്പര അവിവേകത്തിലൂടെ അധ്യാസം നടക്കുന്നുണ്ട് എന്ന് സിദ്ധാന്തി മുന്നോട്ട് പറയും. ഈ ഒരു ഭാഗത്തെ പ്രഥമം വർണ്ണയതി, ആരംഭത്തിൽ നമ്മൾ അധ്യാസത്തിന്റെ ആക്ഷേപത്തെയും സമാധാനത്തെയാണ് വർണ്ണിക്കുന്നത്. ഇനി ഭാഷ്യം നിങ്ങൾ കണ്ടോന്നത്തെ യുഷ്മ 4-ാം പങ്ക്തിയുടെ തുടക്കത്തിലാണ് 1-ാമത്തെ പങ്ക്തി വരുന്നത്. യുഷ്മദസ്മത് പ്രത്യയ ഗോചരയോർ വിഷയ വിഷയിണോസ് തമപ്രകാശവത് വിരുദ്ധ സ്വഭാവയോർ ഇതരേതര ഭാവ അനുഭവത്തോ സിദ്ധായാം തദ്ധർമാണാമപി സുതരാം ഇതരേതര ഭാവ അനുഭവത്തി. തീർന്നില്ല കേട്ടോ, ഇത് മുന്നോട്ടേക്ക് ഒന്നും കൂടി നോക്കിയോ. ഇത്യതോ അസ്മപ്രത്യയ ഗോചരെ വിഷയണ ചിദാത്മകേ യുഷ്മപ്രത്യയ ഗോചരസ്യ വിഷയസ്യ തദ്ധർമാണാംച അധ്യാസഃ തദ്വിപരേണ വിഷയിണഃ തദ്ധർമാണാംച വിഷയ അധ്യാസോ മിഥ്യേത് ഭവിതും യുക്തം. ഇവിടം വരെ അധ്യാസത്തിന്റെ ആക്ഷേപമാണ്, പൂർവപക്ഷി ഗ്രന്ഥമാണിത്. ഇനി എന്താ? തഥാപി എന്ന് തുടങ്ങും. തഥാപി എന്ന് പറഞ്ഞ് തുടങ്ങിയത് കൊണ്ട് ഈ ഭാഷ്യത്തിലും യദ്യപി എന്നൊരു ഭാഗം മനസ്സിലായിക്കൊള്ളുക, എഴുതണ്ട. യദ്യപി അധ്യാസം മിഥ്യേത് ഭവതി യുക്തം. തഥാപി അധ്യാസം സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഏതുകൾ തമ്മിലാ? യുഷ്മദസ്മ പ്രത്യയ ഗോചരങ്ങൾ തമ്മിലുള്ള ഒരു വിരോധമുള്ളതിനാൽ യുഷ്മത് അർത്ഥമായിരിക്കുന്ന ജഡവും അസ്മദാർത്ഥമായിരിക്കുന്ന ചേതനനും തമ്മിൽ അധ്യാസം നടക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ നിങ്ങൾ ഇനി കുറച്ചു കഴിഞ്ഞാല് കോയം അധ്യാസോ നാമേതി എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് അധ്യാസം എന്ന് പറഞ്ഞാൽ എന്ന്. അതിനുത്തരം പറയും അതസ്മിൻ തദ്ബുദ്ധിരിത്യവോചാമാണ്, ഇല്ലാത്തിടത്ത് ഉണ്ട് എന്നുള്ള ബുദ്ധി. അതായത് ജഗതില്ലാത്ത ബ്രഹ്മത്തിൽ ജഗതുണ്ട് എന്നുള്ള ബുദ്ധിയാണ് അധ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ഏറ്റുപിടിച്ചിട്ട് കോള നരസിംഹപൂരിലെ സത്യേന്ദ്രാനന്ദ സരസ്വത്യാദികളുടെ ഗ്രന്ഥങ്ങളിൽ ജ്ഞാനാധ്യാസമേ ഉള്ളൂ, അർത്ഥാധ്യാസം ഇല്ലെന്ന് പറയും. പക്ഷെ ഇപ്പോൾ തുടങ്ങിയത് എന്താണ്? യുഷ്മദസ്മ പ്രത്യയ ഗോചരോ വിഷയവിഷണോ തമപ്രകാശ വിരുദ്ധ സ്വഭാവയോ. ഇതെന്താ? അർത്ഥങ്ങളാണ്. യുഷ്മദാർത്ഥം അസ്മദാർത്ഥം എന്നാ ഇവ തമ്മിൽ. ഇതെന്താ? പ്രത്യയം ഗോചരം 3 എണ്ണം വരും ഇവിടെ. ഇപ്പോൾ യുഷ്മദ് അസ്മ എന്നുള്ളത് യുഷ്മത് പദാർത്ഥം അസ്മ പദാർത്ഥം പല രീതിയിൽ അന്വയിക്കുക. ഇതിങ്ങനെ ഇപ്പം കേട്ടോ. പ്രത്യയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് പ്രതീയതേതി പ്രത്യയം എന്ന് പറഞ്ഞ പ്രത്യയത്തിന്റെ വിഷയമാണ്, ജ്ഞാനത്തിന്റെ വിഷയമാണ്. പ്രതീതി പ്രത്യയം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. അപ്പോൾ ചേതനനും ജഡവും രണ്ടർത്ഥം കിട്ടി. ഗോചരം എന്ന് ഉദ്ദേശിച്ചത് വ്യവഹാരമാണ്. ഓക്കെ, അതായത് ഞാൻ എന്നുള്ള വ്യവഹാരവും ഇതമെന്നുള്ള വ്യവഹാരവും, ഇങ്ങനെ വ്യവഹാരത്തിലും ഭേദം കാണുന്നുണ്ട്. ആര് തമ്മില്? ജഡചേതനന്മാര് തമ്മില്. അപ്പൊ ഇവിടെ അർത്ഥത്തെയല്ലേ എടുത്തത്. ഇവ തമ്മിൽ പരസ്പരം അധ്യസിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഭാഷ്യത്തിലൂടെ കാണുക. അപ്പോൾ ഇവിടെ അർത്ഥാധ്യാസം കാണാം. മൊത്തത്തിൽ അധ്യാസം 8 എണ്ണം വരും. സ്വാഭാവികനും നിരുപാധികനും കഴിഞ്ഞു. പിന്നെ സംസർഗാധ്യാസം സ്വരൂപാധ്യാസവും 4, ജ്ഞാനാധ്യാസം അർത്ഥാധ്യാസം, ധർമാധ്യാസം ധാർമ്മ്യാധ്യാസം. അപ്പോൾ എന്തൊക്കെയായി? ജ്ഞാനാധ്യാസം അർത്ഥാധ്യാസം, ധാർമ്മ്യാധ്യാസം ധർമാധ്യാസം,
സംസർഗ അധ്യാസം സ്വരൂപാധ്യാസം, നിരുപാധിക അധ്യാസം സോപാധിക അധ്യാസം. ഇങ്ങനെ 4 എണ്ണത്തിലൂടെ 2 ആക്കി 8 വിധത്തിൽ അധ്യാസം വരുന്നുണ്ട്. ठीक है. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം വാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.